ഹായ് സ്റ്റുഡൻസ്, നമ്മുടെ ഇന്നത്തെ ലെസൺ മേക്കിംഗ് ഓഫ് സയൻറ്റിസ്റ്റ് ആണ്. ഇറ്റ് ഈസ് റിട്ടൺ ബൈ റോബർട്ട് ഡബ്ല്യു പെറ്റേഴ്സൺ. ഈ ലെസണിനകത്ത് വരുന്ന സയൻറ്റിസ്റ്റ് റോബർട്ട് ഡബ്ല്യു പെറ്റേഴ്സൺ പരാമർശിക്കുന്ന സയൻറ്റിസ്റ്റ് എന്ന് പറയുന്നത് റിച്ചാർഡ് ഈബ്രൈറ്റ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ്. വളരെ ഫേമസ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റ് ആണ്. മോളിക്കുലാർ ബയോളജിയിലും ബയോ കെമിസ്ട്രിയിലൊക്കെ ഒത്തിരി കോൺട്രിബ്യൂഷൻസ് നൽകിയിട്ടുള്ള ഒരു പ്രശസ്തനായിട്ടുള്ള സയൻറ്റിസ്റ്റ് ആണ് റിച്ചാർഡ് ഈബ്രൈറ്റ്. അദ്ദേഹത്തിന് കുട്ടിക്കാലം മുതൽക്കേ ബട്ടർഫ്ലൈസിനോട് ഒരു ഫാസിനേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ബട്ടർഫ്ലൈസ് കളക്ഷനിൽ നിന്നാണ് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് തന്നെ അദ്ദേഹത്തിനൊരു മോട്ടിവേഷൻ, ഈ സെൽ തിയറീനെ കുറിച്ചൊക്കെ ചിന്തിക്കാനുള്ളൊരു മോട്ടിവേഷൻ അദ്ദേഹത്തിന് കിട്ടിയത് കുട്ടിക്കാലം മുതൽക്കേയുള്ള അദ്ദേഹത്തിൻ്റെ ബട്ടർഫ്ലൈസിനോടുള്ള ഫാസിനേഷനിൽ നിന്നാണ്. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ ലൈഫിൽ ഉടനീളം അദ്ദേഹത്തെ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള പല വ്യക്തികളുണ്ട്, പല ഇൻസിഡൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെയാണ് മേക്കിംഗ് ഓഫ് സയൻറ്റിസ്റ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ലൈൻ ബൈ ലൈൻ എക്സ്പ്ലനേഷൻ നോക്കാം. At the age of 22, a former Scout of the Year excited the scientific world with a new theory on how cells work. അപ്പോൾ റിച്ചാർഡ് ഈബ്രൈറ്റ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ പറഞ്ഞു തുടങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ 22ാമത്തെ വയസ്സിൽ എന്ത് കോൺട്രിബ്യൂഷനാണ് അദ്ദേഹം നൽകിയത്? അദ്ദേഹം ഫോർമർ സ്കൗട്ട് ഓഫ് ദി ഇയർ ആയിരുന്നെന്ന് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നതാണ്. സ്കൗട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം, സ്കൂളിലും കോളേജിലൊക്കെ ഒരു ചെറിയ ആർമി പോലെ ഉണ്ടാവും. അപ്പോൾ സ്കൗട്ട് ഓഫ് ദി ഇയർ ആയിരുന്നു അദ്ദേഹം സയൻറ്റിഫിക് വേൾഡിനെ തന്നെ എക്സൈറ്റ് ചെയ്തു. എങ്ങനെ സെൽസ്, എങ്ങനെ നമ്മുടെ ബോഡിയിലുള്ള സെൽസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ന്യൂ തിയറി അദ്ദേഹം കണ്ടുപിടിച്ചു അദ്ദേഹത്തിൻ്റെ 22ാമത്തെ വയസ്സിൽ. Richard H. E. Bright and his college roommate explained the theory in an article in the Proceedings of the National Academy of Science. അപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ച ഈ തിയറി അദ്ദേഹം എവിടെയാണ് എക്സ്പ്ലെയിൻ ചെയ്തത്? അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ കൂടെ വേറൊരാൾ കൂടെ ഉണ്ടായിരുന്നു ഈ തിയറി കണ്ടുപിടിച്ചപ്പോൾ. റിച്ചാർഡ് എച്ച് ഈബ്രൈറ്റ് ആൻഡ് ഹിസ് കോളേജ് റൂംമേറ്റ്, അദ്ദേഹത്തിൻ്റെ കോളേജിൽ റൂംമേറ്റ് ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സുഹൃത്തു കൂടെ ഉണ്ടായിരുന്നു ഈ തിയറി സയൻറ്റിഫിക് വേൾഡിന് കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട്. ഇവർ രണ്ടുപേരും ഉണ്ടായിരുന്നു. ഇവർ ഈ തിയറി എവിടെയാണ് എക്സ്പ്ലെയിൻ ചെയ്തത്? ഇൻ ആൻ ആർട്ടിക്കിൾ ഇൻ ദ പ്രൊസീഡിങ്സ് ഓഫ് ദ നാഷണൽ അക്കാഡമി ഓഫ് സയൻസ്. അതായത് നാഷണൽ അക്കാഡമി ഓഫ് സയൻസ് എന്ന് പറയുന്ന സയൻസിൻ്റെ ഒരു ഓർഗനൈസേഷൻ ഉണ്ട്. അതിൻ്റെ പ്രൊസീഡിങ്സ് എന്ന് വെച്ചാൽ അതിൻ്റെ ഇവൻറ്റ്സ്, ഈ ഓർഗനൈസേഷൻസ് ഓരോ സയൻറ്റിഫിക് ഇവൻറ്റ്സ് ഒക്കെ കണ്ടക്ട് ചെയ്യും അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇവൻറ്റിൽ ഒരു ആർട്ടിക്കിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം മാഗസിനിൽ അച്ചടിച്ചു വരുന്ന കാര്യം. അപ്പോൾ ആ ആർട്ടിക്കിളിനകത്താണ് അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഈ സുഹൃത്തും കൂടെ ഈ സെൽസ് എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്നുള്ള തിയറി എക്സ്പ്ലെയിൻ ചെയ്തത്. It was the first time this important scientific journal had ever published the work of college students. അപ്പോൾ ആദ്യമായിട്ടാണ് ഇത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സയൻറ്റിഫിക് ജേർണൽ ഒരു കോളേജ് സ്റ്റുഡൻറ്റിൻ്റെ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്യുന്നത്. In sports, that would be like making the big leagues at the age of 15 and hitting a home run your first time at bat. അപ്പോൾ ഓതർ ഈ അച്ചീവ്മെൻറ്റിനെ കമ്പയർ ചെയ്യുന്നത് 15-16 ഇയേഴ്സ് ഉള്ള ഒരാൾ ആദ്യമായിട്ടൊരു ക്രിക്കറ്റ് പോലെയൊക്കെയുള്ള എന്തെങ്കിലും സ്പോർട്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ട് ഒത്തിരി റൺസ് എടുക്കുന്നത്. ഓക്കെ, അത്രയും ചെറു പ്രായത്തിൽ തന്നെ സ്പോർട്സിലൊക്കെ നല്ലൊരു അച്ചീവ്മെൻറ്റ് കരസ്ഥമാക്കുന്ന പോലെയാണ് ഈ 22 ഇയേഴ്സ് ഓഫ് ഏജിൽ ഇദ്ദേഹം റിച്ചാർഡ് ഈബ്രൈറ്റ് ഇത്രയും വലിയൊരു സയൻറ്റിഫിക് ജേർണലിൽ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തു വന്നതെന്ന് കമ്പയർ ചെയ്ത് പറയുകയാണ് ഓതർ. For Richard E. Bright, it was the first in a long string of achievements in science and other fields. ഇപ്പോൾ റിച്ചാർഡ് ഇ ബ്രൈറ്റിന് ഇത് വളരെ ഫസ്റ്റ് ആയിരുന്നു. അദ്ദേഹത്തിന് ഒരു ലോങ് സ്ട്രിങ് ഓഫ് അച്ചീവ്മെൻറ്റ്സ്, സെറ്റ് ഓഫ് അച്ചീവ്മെൻറ്റ്സ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ 22ാമത്തെ വയസ്സിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അച്ചീവ്മെൻ്റ് ആയിട്ട് അദ്ദേഹം കരുതിയിരുന്നു. ആൻഡ് ഇറ്റ് ഓൾ സ്റ്റാർട്ടഡ് വിത്ത് ബട്ടർഫ്ലൈസ്. ഈ അച്ചീവ്മെൻറ്റ്സിൻ്റെ എല്ലാം തുടക്കം ബട്ടർഫ്ലൈസിൽ നിന്നായിരുന്നു എന്നാണ് ഓതർ പറയുന്നത്. An only child, E. Bright grew up north of Reading, Pennsylvania. There was not much I could do there, he said. Okay, അദ്ദേഹം ഒരു ഓൺലി സിംഗിൾ ചൈൽഡ് ആയിരുന്നു. ഇ ബ്രൈറ്റ് ഗ്രൂ അപ്പ് നോർത്ത് ഓഫ് റീഡിംഗ്, പെനിസ്വാനിയ എന്ന് പറഞ്ഞ സ്ഥലത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ദർ വാസ് നോട്ട് മച്ച് ഐ കുഡ് ഡൂ ദർ. അവിടെ അദ്ദേഹത്തിന് കാര്യമായിട്ടൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. I certainly couldn't play football or baseball with a team of one, but there was one thing I could do, collect things. അപ്പോൾ അദ്ദേഹം അവിടെ ഫുട്ബോൾ അല്ലെങ്കിൽ ബേസ്ബോൾ, ക്രിക്കറ്റാണ് ഉദ്ദേശിക്കുന്നത്, അങ്ങനെയുള്ള സ്പോർട്സ് ഇതിലൊന്നും ആയിരുന്നില്ല അദ്ദേഹം കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരുന്നത്. അദ്ദേഹം അവിടെ ചെയ്തുകൊണ്ടിരുന്നിരുന്ന കാര്യങ്ങൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ തിങ്സ് കളക്ട് ചെയ്യുക എന്നുള്ളതാണ്. So he did,
and did he ever. Beginning in kindergarten, Ebright collected butterflies with the same determination that has marked all his activities. അപ്പോൾ അദ്ദേഹം അത് ചെയ്തുകൊണ്ടേയിരുന്നു. ഡിഡ് ഹി എവർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹം വസ്തുക്കൾ ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടേയിരുന്നു. ബിഗിനിങ് ഇൻ കിൻഡർഗാർഡൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഈബ്രൈറ്റ് കളക്റ്റഡ് ബട്ടർഫ്ലൈസ് വിത്ത് ദ സെയിം ഡിറ്റർമിനേഷൻ ദാറ്റ് ഹാസ് മാർക്ഡ് ഓൾ ഹിസ് ആക്ടിവിറ്റീസ്. അപ്പോൾ കിൻഡർഗാർഡൻ്റെ സ്റ്റാർട്ടിങ്ങിൽ അദ്ദേഹം എന്ത് തുടങ്ങി? ബട്ടർഫ്ലൈസ് കളക്ട് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോബി തുടങ്ങി. വളരെ ഡിറ്റർമിനേഷനോട് കൂടിയാണ് അദ്ദേഹം അത് ചെയ്തിരുന്നത്. അദ്ദേഹത്തിൻ്റെ മറ്റെന്തൊക്കെ ആക്ടിവിറ്റീസ് ആ പ്രായത്തിലുണ്ടായിരുന്നോ അത്രയും തന്നെ ഡിറ്റർമിനേഷനോട്, അത്രയും താല്പര്യത്തോടു കൂടിയാണ് അദ്ദേഹം ബട്ടർഫ്ലൈസ് കളക്ഷൻ ചെയ്തിരുന്നത്. ഹി ഓൾസോ കളക്റ്റഡ് റോക്സ്, ഫോസിൽസ് ആൻഡ് കോയിൻസ്. അപ്പോൾ അദ്ദേഹം എന്തൊക്കെയാണ് കളക്ട് ചെയ്തിരുന്നത്? ബട്ടർഫ്ലൈസ് മാത്രമായിരുന്നില്ല, റോക്സ്, ഫോസിൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് നാൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഈ ആനിമൽസിൻ്റെയും പ്ലാന്റ്സിൻ്റെയൊക്കെ അവശിഷ്ടങ്ങളുണ്ടാവും മണ്ണിനടിയിൽ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ മണ്ണ് ഡിഗ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അദ്ദേഹം കളക്ട് ചെയ്ത് വെച്ചിരുന്നു. ആൻഡ് കോയിൻ കളക്ഷൻ അതും അദ്ദേഹത്തിൻ്റെ ഒരു ഹോബിയായിരുന്നു. He became an eager astronomer too, sometimes stargazing all night. ഇത് മാത്രമായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ ആസ്ട്രോണമിയിലും അദ്ദേഹത്തിന് താല്പര്യം ഉണ്ടായിരുന്നു. ഇങ്ങനെ സ്റ്റാർസും അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട അദ്ദേഹത്തിന് താല്പര്യമുള്ളൊരു മേഖലയായിരുന്നു. അതുകൊണ്ട് തന്നെ രാത്രി കാലങ്ങളിലൊക്കെ അദ്ദേഹം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ സ്റ്റാർസിനെ ഒബ്സർവ് ചെയ്യുന്ന, സ്റ്റാർ ഗേസിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർസിനെ കീനായിട്ട് ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്ന ഒരു നേച്ചർ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. From the first, he had a driving curiosity along with a bright mind. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് ആദ്യം മുതൽക്ക് എന്തുണ്ടായിരുന്നു? ഒരു ഡ്രൈവിംഗ് ക്യൂരിയോസിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡ്രൈവിംഗ് ക്യൂരിയോസിറ്റി മീൻസ് എന്താണ്? ആ ഇൻഫോർമേഷൻസ് ഒബ്റ്റെയിൻ ചെയ്യാനുള്ള ആ ഒരു ആഗ്രഹം, അതിനെയാണ് ഡ്രൈവിംഗ് ക്യൂരിയോസിറ്റി എന്ന് പറയുന്നത്. എപ്പോഴും ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു എന്തെങ്കിലും ഇൻഫോർമേഷൻസ് ഒബ്റ്റെയിൻ ചെയ്യാനായിട്ട്. അലോങ് വിത്ത് എ ബ്രൈറ്റ് മൈൻഡ്. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് നല്ലൊരു ബ്രൈറ്റ് മൈൻഡ് ഉണ്ടായിരുന്നു. എന്നുവെച്ചാൽ വളരെ ക്ലെവർ ആയിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു അദ്ദേഹം. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന് ആ ഇൻഫോർമേഷൻസ് കിട്ടാനുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയും ഉണ്ടായിരുന്നു. ഹി ഓൾസോ ഹാഡ് എ മദർ ഹു എൻകറേജ്ഡ് ഹിസ് ഇൻട്രസ്റ്റ് ഇൻ ലേണിംഗ്. ഇനി അദ്ദേഹത്തിൻ്റെ അമ്മയെക്കുറിച്ചാണ് പറയുന്നത്. വളരെയധികം അദ്ദേഹത്തിൻ്റെ പഠന കാര്യങ്ങളിലൊക്കെ ഒത്തിരി താല്പര്യം എടുത്തിട്ടുണ്ടായിരുന്ന ഒരു അമ്മയാണ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഷീ ടുക്ക് ഹിം ഓൺ ട്രിപ്സ്, bought him telescopes, microscopes, cameras, mounting materials and other equipment and helped him in many other ways. അപ്പോൾ എങ്ങനെയൊക്കെയാണ് അമ്മ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്തിരുന്നത്? ടുക്ക് ഹിം ഓൺ ട്രിപ്സ്, യാത്രകൾക്ക് കൊണ്ടുപോകുമായിരുന്നു. ബോട്ട് ഹിം ടെലസ്കോപ്സ്, മൈക്രോസ്കോപ്സ്, ക്യാമറാസ്, മൗണ്ടിങ് മെറ്റീരിയൽസ്, അല്ലെ ഇത്രയധികം എക്യുപ്മെൻറ്റ്സ് ഒക്കെ അദ്ദേഹത്തിന് വാങ്ങിക്കൊടുക്കുമായിരുന്നു. ടെലിസ്കോപ്പ്, മൈക്രോസ്കോപ്പ്, ക്യാമറ, മൗണ്ടിങ് മെറ്റീരിയൽസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഈ ഓരോ സ്ലൈഡ്സ് ഒക്കെ നമുക്ക് ഓരോ എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യാനുള്ള സ്ലൈഡ്സ് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ വാങ്ങിക്കൊടുക്കുമായിരുന്നു. ആൻഡ് അതർ എക്യുപ്മെൻറ്റ്സ് ഓൾസോ ഷി വാസ് ബൈയിങ് ഫോർ ഹിം. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിൽ അമ്മ അദ്ദേഹത്തെ ഹെൽപ്പ് ചെയ്യുമായിരുന്നു. I was his only companion until he started school, his mother said. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ വാക്കുകളാണ് ഓഥർ പറയുന്നത്. അമ്മയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു ഫ്രണ്ട്. അദ്ദേഹം സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്നവരെ, റിച്ചാർഡ് ഈബ്രൈറ്റ് സ്കൂളിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് വരെ അമ്മയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരേ ഒരു ഫ്രണ്ട്. ആഫ്റ്റർ ദാറ്റ് ഐ വുഡ് ബ്രിങ് ഹോം ഫ്രണ്ട്സ് ഫോർ ഹിം. ഓക്കെ, അപ്പോൾ അതിനുശേഷം സ്കൂൾ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷമാണ് അദ്ദേഹത്തിന് കൂട്ടുകാരെ ലഭിച്ചു തുടങ്ങിയത്. ബട്ട് അറ്റ് നൈറ്റ് വി ജസ്റ്റ് ഡിഡ് തിങ്സ് ടുഗെദർ. രാത്രി കാലങ്ങളിലൊക്കെ ഈ അമ്മയും മകനും കൂടെ അവരുടെ അദ്ദേഹത്തിന് താല്പര്യമുള്ള കാര്യങ്ങളൊക്കെ ഒരുമിച്ചാണ് അവർ ചെയ്തിരുന്നത്. റിച്ചി വാസ് മൈ ഓൾ ലൈഫ് ആഫ്റ്റർ ഹിസ് ഫാദർ ഡൈഡ് വെൻ റിച്ചി വാസ് 3rd grade. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് ഫാദർ ഉണ്ടായിരുന്നില്ല. 3rd grade പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഫാദർ മരിച്ചുപോയി. അപ്പോൾ അതിന് ശേഷം റിച്ചി, അദ്ദേഹത്തിൻ്റെ അമ്മ റിച്ചാർഡ് ഈബ്രൈറ്റിനെ ചുരുക്കി വിളിച്ചിരുന്ന പേരാണ് റിച്ചി ആയിരുന്നു ഈ അമ്മയുടെ ജീവിതത്തിൻ്റെ എല്ലാം എന്നാണ് അമ്മ പറഞ്ഞിരുന്നത്. ഷീ ആൻഡ് ഹെർ സൺ സ്പെൻഡ് ഓൾമോസ്റ്റ് എവറി ഈവനിങ് അറ്റ് ദ ഡൈനിങ് റൂം ടേബിൾ. ഓക്കെ, അപ്പോൾ അമ്മയും മകനും എപ്പോഴും അവരുടെ ആ ഡൈനിങ് റൂം ടേബിൾ എപ്പോഴും അതിന് ചുറ്റുമായിട്ട് അവർ സ്പെൻഡ് ചെയ്തിരുന്നത് ടൈം, എപ്പോഴും ഈവനിങ് ടൈം മുഴുവൻ അവരവിടെയാണ് സ്പെൻഡ് ചെയ്തിരുന്നത്. അപ്പോൾ ആ റൗണ്ട് ടേബിളിൽ ഇരുന്നിട്ട് അവരെന്തെങ്കിലുമൊക്കെ ഇദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയും ആക്ടിവിറ്റീസ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു ഈവനിങ് ടൈമിൽ, ഈ അമ്മയും മകനും കൂടെ ചേർന്ന്. ഇഫ് ഹി ഡിഡിൻ ഹാവ് തിങ്സ് ടു ഡു ഐ ഫൗണ്ട് വർക്ക് ഫോർ ഹിം, നോട്ട് ഫിസിക്കൽ വർക്ക് ബട്ട് ലേണിംഗ് തിങ്സ്. അപ്പോൾ റിച്ചാർഡിന് എന്തെങ്കിലും ജോലി ഇല്ലായിരുന്നെങ്കിൽ തന്നെ അമ്മ എന്തെങ്കിലും ജോലി അദ്ദേഹത്തിന് വേണ്ടി കണ്ടുപിടിച്ച് കൊടുക്കുമായിരുന്നു.
അതൊരു ഫിസിക്കൽ വർക്കായിരുന്നില്ല, ലേണിംഗ് തിങ്സ് ആയിരുന്നു. ഓക്കെ, അദ്ദേഹത്തെ കൊണ്ട് ശാരീരികമായ ജോലികളൊന്നും അമ്മ ചെയ്യിപ്പിച്ചിരുന്നില്ല. അദ്ദേഹത്തിന് പഠിക്കാനുള്ള എന്തെങ്കിലും കാര്യങ്ങൾ, അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും വർക്ക് അമ്മ എപ്പോഴും മകന് കൊടുക്കുമായിരുന്നു. ഹിസ് മദർ സെഡ് ഹി ലൈക്ഡ് ഇറ്റ്, ഹി വാണ്ടഡ് ടു ലേൺ. അപ്പോൾ അമ്മ പറയാണ്, ആ കുട്ടി അത് ഇഷ്ടപ്പെട്ടിരുന്നു. റിച്ചാർഡ് ഈബ്രൈറ്റ് ചെറുപ്പം മുതലേ പഠിക്കാനുള്ള കാര്യങ്ങൾ അമ്മ കൊടുക്കുന്നത് ഇഷ്ടപ്പെട്ടിരുന്നു. കാരണം അദ്ദേഹത്തിന് എപ്പോഴും പഠിക്കണമെന്നുള്ള ആഗ്രഹമുണ്ടായിരുന്നു. ആൻഡ് ലേൺ ഹി ഡിഡ്, ഹി ഏൺഡ് ടോപ്പ് ഗ്രേഡ്സ് ഇൻ സ്കൂൾ. അദ്ദേഹം നന്നായി പഠിച്ചിരുന്നു. സ്കൂൾസിലൊക്കെ ടോപ്പ് ഗ്രേഡ്സിലാണ് അദ്ദേഹം പാസ്സായിരുന്നത്. ഓൺ എവ്രി ഡേ തിങ്സ് ഹി വാസ് ജസ്റ്റ് ലൈക്ക് എവ്രി അതർ കിഡ്, ഹിസ് മദർ സെഡ്. അല്ലാത്ത കാര്യങ്ങളിലൊക്കെ, ഓൺ എവ്രി ഡേ തിങ്സ് എന്ന് വെച്ചാൽ യൂഷ്വൽ റൊട്ടീൻസ്, എല്ലാ കുട്ടികളും സാധാരണ ചെയ്യാറുള്ള കാര്യങ്ങളിലൊക്കെ അദ്ദേഹവും ഒരു സാധാരണ കുട്ടി തന്നെയായിരുന്നു. അതിലൊന്നും പ്രത്യേകത പറയാനുണ്ടായിരുന്നില്ല. പഠന കാര്യങ്ങളിലാണ് കൂടുതൽ മികച്ചു നിന്നിരുന്നതെന്നാണ് അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തെക്കുറിച്ച് കമൻറ്റ് ചെയ്തിരുന്നത്. By the time he was in the second grade, Ebright had collected all 25 species of butterflies found around his hometown. അപ്പോൾ അദ്ദേഹം ഏത് ഗ്രേഡിൽ പഠിക്കുമ്പോഴാണ്? സെക്കൻഡ് ഗ്രേഡിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹം 25 സ്പീഷീസ് ഓഫ് ബട്ടർഫ്ലൈസിനെയാണ് കളക്ട് ചെയ്തിരുന്നത്. 25 പലതരത്തിലുള്ള ബട്ടർഫ്ലൈസിനെ അദ്ദേഹം കളക്ട് ചെയ്തിരുന്നു. അദ്ദേഹത്തിൻ്റെ ഹോം ടൗണിൽ, അദ്ദേഹത്തിൻ്റെ നേറ്റീവ് പ്ലേസിൽ കണ്ടിരുന്ന ബട്ടർഫ്ലൈസിനെയൊക്കെ അദ്ദേഹം കളക്ട് ചെയ്യാൻ തുടങ്ങി. ദാറ്റ് പ്രോബബ്ലി വുഡ് ഹാവ് ബീൻ ദ എൻഡ് ഓഫ് മൈ ബട്ടർഫ്ലൈ കളക്ടിങ്, ഹെ സെഡ്. അപ്പോൾ ഈബ്രൈറ്റ് മുമ്പ് പറഞ്ഞിരുന്നതാണ്, അത് ചിലപ്പോൾ ബട്ടർഫ്ലൈസ് കളക്ഷൻ്റെ എൻഡിങ് ആവുമായിരുന്നു, അല്ലേ? ചിലപ്പോൾ നമുക്ക് കുട്ടിക്കാലത്ത് എന്തെങ്കിലും ഒരു ഹോബി ഉണ്ടാവും, അപ്പോൾ തന്നെ അത് സ്റ്റോപ്പ് ആവുകയും ചെയ്യും. അപ്പോൾ അതുപോലെ അദ്ദേഹത്തിന് ആ ഹോബി സ്റ്റോപ്പ് ആവേണ്ടതായിരുന്നു. പക്ഷെ എന്താണ് സംഭവിച്ചത്? ബട്ട് ദെൻ മൈ മദർ ഗോട്ട് മീ എ ചിൽഡ്രൻസ് ബുക്ക് കോൾ ദ ട്രാവൽസ് ഓഫ് മൊണാർക്ക് എക്സ്. ഓക്കെ, ആ സമയത്താണ് അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തിന് ഒരു ബുക്ക് കൊടുത്തത്. എന്തായിരുന്നു ആ ബുക്കിൻ്റെ പേര്? ദ ട്രാവൽസ് ഓഫ് മൊണാർക്ക് എക്സ്. അതായിരുന്നു ആ ബുക്കിൻ്റെ പേര്. എന്തായിരുന്നു ആ ബുക്കിൽ ഉണ്ടായിരുന്നതെന്ന് നോക്കാം. That book, which told how monarch butterflies migrate to Central America, opened the world of science to the eager young collector. അപ്പോൾ ആ ബുക്കിൽ എന്താണ് പറഞ്ഞിരുന്നത്? മൊണാർക്ക് ബട്ടർഫ്ലൈസ് എന്ന് പറയുന്നത് ഒരു കൈൻഡ് ഓഫ് വളരെ റെക്കഗ്നൈസബിൾ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉള്ള ഒരു ബട്ടർഫ്ലൈ ആണ്. ആ ബട്ടർഫ്ലൈസിന് സെൻട്രൽ അമേരിക്കയിലേക്കുള്ള മൈഗ്രേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? ഒരു പ്ലേസിൽ നിന്നും വേറെ പ്ലേസിലോട്ട്. ഇപ്പോൾ ബേർഡ്സിനാണെങ്കിലും മൈഗ്രേഷൻ ഉണ്ട്. അവരെപ്പോഴും ഒരു പ്ലേസിൽ തന്നെ ഇരിക്കില്ല, അവർ വേറെ സ്ഥലത്തോട്ട് സഞ്ചരിച്ചുകൊണ്ടേ ഇരിക്കും. അതുപോലെ തന്നെയുള്ളൊരു ഹാബിറ്റ് ബട്ടർഫ്ലൈസിനും ഉണ്ട്, ഇങ്ങനെ മൈഗ്രേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസി. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് ഈ ബുക്കിൽ പ്രതിപാദിച്ചിരുന്നത്. ഈ ട്രാവൽസ് ഓഫ് മൊണാർക്ക് എന്ന് പറയുന്ന ബുക്കിൽ പ്രതിപാദിച്ചിരുന്നത് ഈ ബട്ടർഫ്ലൈസിൻ്റെ മൈഗ്രേഷനെ കുറിച്ചിട്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ബുക്കാണ് അദ്ദേഹത്തിൻ്റെ ഈ സയൻസിൻ്റെ വേൾഡിലേക്കുള്ള ഒരു ഓപ്പണിംഗ് ആയിട്ട് അദ്ദേഹം എപ്പോഴും കരുതിയിരുന്നത്. ടു ദ ഈഗർ യങ് കളക്ടർ എന്ന് പറഞ്ഞാൽ റിച്ചാർഡ് ഈബ്രൈറ്റിനെ വിശേഷിപ്പിക്കുന്നതാണ്. ഈഗർ യങ് കളക്ടർ എന്ന്. ബട്ടർഫ്ലൈസ് വളരെ ഈഗർലി കളക്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ ഈഗർ യങ് കളക്ടർ എന്ന് വിശേഷിപ്പിക്കുകയാണ്. At the end of the book, readers were invited to help study butterfly migrations. അപ്പോൾ ഈ ട്രാവൽസ് ഓഫ് മൊണാർക്ക് എന്ന് പറയുന്ന ബുക്കിൻ്റെ അവസാനം റീഡേഴ്സിന് ഒരു ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. എന്തായിരുന്നു അത്? ബട്ടർഫ്ലൈ മൈഗ്രേഷൻസിനെ കുറിച്ച് ഇത് എഴുതിയ ആളുടെ പേരാണ് ഡോക്ടർ ഫ്രെഡറിക് ഉർക്കാട്ട് എന്ന് പറയുന്നത്. അദ്ദേഹത്തെ ഈ ബട്ടർഫ്ലൈ മൈഗ്രേഷൻസിൻ്റെ സ്റ്റഡിയെക്കുറിച്ച് കൂടുതൽ ഹെൽപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ആവശ്യം അദ്ദേഹം ഈ ബുക്കിൻ്റെ അവസാനം റീഡേഴ്സിനോട് പറഞ്ഞിരുന്നു. They were asked to tag butterflies for research by Dr. Frederick A. Urquhart of the University of Toronto, Canada. ഓക്കെ, അപ്പോൾ ബട്ടർഫ്ലൈസിനെ ടാഗ് ചെയ്യാന്ന് വെച്ചാൽ എന്താ? ലേബൽ ഒട്ടിക്കുക. ബട്ടർഫ്ലൈസിൻ്റെ വിങ്സിൽ ഒരു ലേബൽ ഒട്ടിക്കാനുള്ള ഒരു ആവശ്യം അദ്ദേഹം ഈ ബുക്കിൻ്റെ അവസാനം റീഡേഴ്സിനോട് ചോദിച്ചിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ഡോക്ടർ ഫ്രെഡറിക് എ ഉർഖാട്ട്. അദ്ദേഹം ഏത് യൂണിവേഴ്സിറ്റിയിലാണ് വർക്ക് ചെയ്തിരുന്നത്? ടൊറാൻറ്റോ, കാനഡ. Ebright's mother wrote to Dr. Urquhart and soon Ebright was attaching light adhesive tags to the wings of monarchs. അപ്പോൾ ഈ ബുക്ക് വായിച്ചതിന് ശേഷം റിച്ചാർഡ് ഈബ്രൈറ്റിന് ഇതിൽ താല്പര്യം ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ അമ്മ ഈ ഡോക്ടർ ഉർഖാട്ടിന് ഒരു ലെറ്റർ എഴുതി, എൻ്റെ മകൻ ഇങ്ങനെ ഈ കാര്യത്തിൽ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് കാണിച്ചുകൊണ്ട്. അപ്പോൾ തന്നെ ഈബ്രൈറ്റ് എന്ത് ചെയ്യാൻ തുടങ്ങി? ഈ മൊണാർക്ക് ബട്ടർഫ്ലൈയുടെ വിങ്സിൽ ലൈറ്റ് അഡിസീവ് ടാഗ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ള ടാഗ്സ് അറ്റാച്ച് ചെയ്യാൻ തുടങ്ങി. അതായത് പെട്ടെന്ന് കാണാനാണ്, ലൈറ്റ് വെച്ചിട്ടുള്ള ഒരു കുറച്ച് അങ്ങനെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ടാഗാണ് അദ്ദേഹം
മൊണാർക്ക് വിങ്സിൽ അറ്റാച്ച് ചെയ്യാൻ തുടങ്ങിയത്, പെട്ടെന്ന് നോട്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. എനിവൺ ഹൂ ഫൗണ്ട് എ ടാഗ്ഡ് ബട്ടർഫ്ലൈ വാസ് ആസ്ക്ഡ് ടു സെൻഡ് ദ ടാഗ് ടു ഡോക്ടർ ഉർഖാട്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എങ്ങനെയാണ് ഈ മൈഗ്രേഷൻ്റെ പഠനത്തിനായിട്ട് ഈ ബട്ടർഫ്ലൈസിൻ്റെ ടാഗ്സ് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം തന്നെ ഒരു ബട്ടർഫ്ലൈയുടെ വിങ്സിൽ നമ്മളൊരു ലേബൽ അറ്റാച്ച് ചെയ്യും. അതായത് ഒരു പ്ലേസ് നെയിം വെക്കും. ഇന്ന പ്ലേസിൽ നിന്നാണ് ബട്ടർഫ്ലൈനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ പ്ലേസിൻ്റെ നെയിം ലേബൽ ചെയ്തുകൊണ്ട് വിങ്സിൽ അത് ഒട്ടിച്ചു വെക്കും. അതിനുശേഷം ഈ ബട്ടർഫ്ലൈസിനെ പറത്തിവിടും. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ ടാഗ്ഡ് ആയിട്ടുള്ള ബട്ടർഫ്ലൈസിനെ കാണുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് നോട്ട് ചെയ്യും. അപ്പോൾ ആർക്കാണോ ഈ ബട്ടർഫ്ലൈനെ ഫസ്റ്റ് കിട്ടുന്നത്, ആ കിട്ടുന്നവർ ഈ പ്രൊഫസർ ഉർഖാട്ടിന് അതിനെക്കുറിച്ചിട്ട് ലെറ്റർ അയക്കണം, ഈ ടാഗ് അയച്ചു കൊടുക്കണം. അതായത് ഇന്ന സ്ഥലത്തു നിന്നാണ് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ളത് ആ ടാഗിലുണ്ടാവും. ഇപ്പം എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് നമ്മളിപ്പോൾ ഏത് സ്ഥലത്തു നിന്നാണോ ആ ലെറ്റർ അയക്കുന്നത് അപ്പോൾ അറിയാം ഇന്ന സ്ഥലത്താണ് ഇപ്പോൾ ഈ ബട്ടർഫ്ലൈ ഉള്ളതെന്ന്. അപ്പോൾ എന്തുമാത്രം ബട്ടർഫ്ലൈ മൈഗ്രേറ്റ് ചെയ്തു എന്നുള്ളത് പ്രൊഫസറിന് പഠിക്കാൻ കഴിയും. അപ്പോൾ ഇതാണ് അദ്ദേഹത്തിൻ്റെ ഐഡിയ ബുക്കിൽ അദ്ദേഹം പങ്കുവച്ചിരുന്നത്. അപ്പോൾ റിച്ചാർഡ് ഇ ബ്രൈറ്റിന് ഇതിൽ വളരെയധികം താല്പര്യം തോന്നിയിട്ട്, അദ്ദേഹത്തിന് ഓൾറെഡി ബട്ടർഫ്ലൈ കളക്ഷൻ ഉള്ള ആളാണ് അല്ലേ. അപ്പോൾ കളക്ട് ചെയ്യുന്ന കൂട്ടത്തിൽ ടാഗ് അറ്റാച്ച് ചെയ്തിട്ട് അദ്ദേഹം ബട്ടർഫ്ലൈസിനെ പറത്തിവിടാൻ തുടങ്ങി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ഹോം ടൗണിലുള്ള ആളുകളോട്, അദ്ദേഹത്തിൻ്റെ പരിചയക്കാരോടൊക്കെ അദ്ദേഹം പറയാൻ തുടങ്ങി, ആർക്കാണോ ഇത് കിട്ടുന്നത് അപ്പോൾ ദയവ് ചെയ്തിട്ട് ഇത് ആ കിട്ടുന്ന ഇൻഫോർമേഷൻ പ്രൊഫസർ ഉർഖാട്ടായിട്ട് ഷെയർ ചെയ്യണം എന്നുള്ള ഒരു ആവശ്യം അദ്ദേഹം ഉന്നയിച്ചു. അപ്പോൾ അതായിരുന്നു ഇവരുടെ പദ്ധതി. ദ ബട്ടർഫ്ലൈ കളക്ടിങ് സീസൺ അറൗണ്ട് റീഡിങ് ലാസ്റ്റ് 6 weeks ഇൻ ലേറ്റ് സമ്മർ. ഓക്കെ, അപ്പോൾ ബട്ടർഫ്ലൈ കളക്ഷൻ സീസൺ എന്ന് പറയുന്നത് എപ്പോഴായിരുന്നു? സമ്മറിൻ്റെ അവസാനത്തെ 6 ആഴ്ചകളായിരുന്നു ഈ ബട്ടർഫ്ലൈസ് കളക്ടിങ് സീസൺ. ഇഫ് യു ആർ ഗോയിങ് ടു ചേസ് ദം വൺ ബൈ വൺ യു വോണ്ട് ക്യാച്ച് വെരി മെനി. ഇപ്പോൾ ഓരോ ബട്ടർഫ്ലൈനെ ആയിട്ട് ഇങ്ങനെ ക്യാച്ച് ചെയ്യുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ള, ഇംപ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. സോ ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഫോർ ഇ ബ്രൈറ്റ് വാസ് ടു റേസ് എ ഫ്ലോക്ക് ഓഫ് ബട്ടർഫ്ലൈസ്. ഓക്കെ, അപ്പോൾ ഇ ബ്രൈറ്റ് എന്ത് ചെയ്തു? ഒരു ഫ്ലോക്ക് ഓഫ് ബട്ടർഫ്ലൈ എന്ന് വെച്ചാൽ ഗ്രൂപ്പ് ഓഫ് ബട്ടർഫ്ലൈസ്. ഓക്കെ, അത് അദ്ദേഹം റേസ് ചെയ്യാൻ, അദ്ദേഹം വളർത്താൻ തുടങ്ങി. ഹി വുഡ് ക്യാച്ച് എ ഫീമെയിൽ മൊണാർക്ക്, ടേക്ക് ഹെർ എഗ്സ് ആൻഡ് റേസ് ദം ഇൻ ഹിസ് ബേസ്മെൻറ്റ് ത്രൂ ദെയർ ലൈഫ് സൈക്കിൾ ഫ്രം എഗ് ടു കാറ്റർപില്ലർ ടു പ്യൂപ്പ ടു അഡൾട്ട് ബട്ടർഫ്ലൈ. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഫീമെയിൽ മൊണാർക്കിനെ ക്യാച്ച് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് അതിൻ്റെ എഗ്ഗ് എടുത്തിട്ട് അതിനെ അദ്ദേഹത്തിൻ്റെ ബേസ്മെൻറ്റിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ താമസിക്കുന്ന വീടിൻ്റെ ബേസ്മെൻറ്റിൽ അദ്ദേഹം ഈ എഗ്സിനെ റേസ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആ എഗ്ഗ് വിരിഞ്ഞ് എന്താവും? പുതിയ ബട്ടർഫ്ലൈ ആവും അല്ലേ. അപ്പോൾ അതിൻ്റെ ലൈഫ് സൈക്കിൾ ഉടനീളം അദ്ദേഹം കാണാൻ തുടങ്ങി. ഫസ്റ്റ് എഗ്ഗ് ആയിരിക്കും, പിന്നെ കാറ്റർപില്ലർ, പിന്നെ പ്യൂപ്പ, അങ്ങനെയാണ് ഒരു ബട്ടർഫ്ലൈയുടെ ഡെവലപ്മെൻറ്റ്. എന്നിട്ട് അത് അഡൾട്ട് ബട്ടർഫ്ലൈ ആയിട്ട് മാറുകയാണ് ഫൈനലി. അപ്പോൾ അദ്ദേഹത്തിന് ആ ഒരു ഡെവലപ്മെൻറ്റും ബട്ടർഫ്ലൈയുടെ കാണാൻ സാധിച്ചു. അപ്പോൾ ഇങ്ങനെ അദ്ദേഹം ഒത്തിരി ബട്ടർഫ്ലൈസിനെ അദ്ദേഹത്തിൻ്റെ ബേസ്മെൻറ്റിൽ റേസ് ചെയ്യാൻ തുടങ്ങി. ദെൻ ഹി വുഡ് ടാഗ് ദ ബട്ടർഫ്ലൈസ് വിങ്സ് ആൻഡ് ലെറ്റ് ദം ഗോ. അപ്പോൾ ബട്ടർഫ്ലൈസ്, ഒരു ഗ്രൂപ്പ് ഓഫ് ബട്ടർഫ്ലൈസ് ആയി കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ എന്ത് ചെയ്യും? ഈ ബട്ടർഫ്ലൈസിനെയൊക്കെ ടാഗ് ചെയ്തിട്ട് ആ ബട്ടർഫ്ലൈസിനെ അങ്ങ് പറത്തിവിടും. ഫോർ സെവറൽ ഇയേഴ്സ് ഹിസ് ബേസ്മെൻറ്റ് വാസ് ഹോം ടു തൗസൻഡ്സ് ഓഫ് മൊണാർക്സ് ഇൻ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഒരുപാട് വർഷങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ബേസ്മെൻറ്റ് എന്ന് പറയുന്നത് 1000 ഓഫ് മൊണാർക്സ്, അതിൻ്റെ തന്നെ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്സിൻ്റെ പല സ്റ്റേജിലുള്ള ഡിഫറെൻറ്റ് മൊണാർക്കിൻ്റെ ഒരു കേന്ദ്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ ബേസ്മെൻറ്റ് എന്നാണ് ഓദർ പറയുന്നത്. ഇവൻച്വലി ഐ ബിഗാൻ ടു ലൂസ് ഇൻട്രസ്റ്റ് ഇൻ ടാഗിങ് ബട്ടർഫ്ലൈസ്. അപ്പോൾ റിച്ചാർഡ് ഇ ബ്രൈറ്റിൻ്റെ വാക്കുകൾ ഓദർ പറയുകയാണ്. അപ്പോൾ കുറേ നാൾ കഴിഞ്ഞപ്പോൾ സാവധാനം എന്ത് തുടങ്ങി? അദ്ദേഹത്തിന് ഈ ഇൻട്രസ്റ്റ് ലൂസ് ആവാൻ തുടങ്ങി. ഈ ബട്ടർഫ്ലൈസിനെ ടാഗ് ചെയ്യാന്നുള്ള ആ ഒരു പരിപാടി അദ്ദേഹത്തിന് മടുക്കാൻ തുടങ്ങി. ഇറ്റ്സ് ടെഡിയസ് ആൻഡ് ദേഴ്സ് നോട്ട് മച്ച് ഫീഡ്ബാക്ക്, ഇ ബ്രൈറ്റ് സെഡ്. അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് മടുത്തത്? വളരെ ടെഡിയസ് ആയിട്ടുള്ള, വളരെ ഹാർഡായിട്ടുള്ള ഒരു പ്രോസസ്സായിരുന്നു അത്. അത് മാത്രമല്ല, ഒരു ഫീഡ്ബാക്ക് ഉണ്ടായിരുന്നില്ല, ഒരു റിസൾട്ട് അതിന് കുറവായിരുന്നു. ഇൻ ഓൾ ദ ടൈം ഐ ഡിഡ് ഇറ്റ്. അദ്ദേഹം വളരെ ആത്മാർത്ഥമായിട്ട് തന്നെ അത് എപ്പോഴും ചെയ്തുകൊണ്ടിരുന്നിരുന്നു. ഹി ലോഫ്ഡ്. ഓക്കെ, അദ്ദേഹം ചിരിച്ചുകൊണ്ട് പറയാണ്, Only 2 butterflies I had tagged were recaptured and they were not more than 75 miles from where I lived. ഓക്കെ, അപ്പോൾ ഇത്രയും ബട്ടർഫ്ലൈസിനെ ടാഗ് ചെയ്ത് പറത്തി വിട്ടിട്ടും ആകെ 2 ബട്ടർഫ്ലൈസിനെ മാത്രമാണ് അദ്ദേഹത്തിന് റീക്യാപ്ചർ ചെയ്ത് കിട്ടിയത്. അതായത് മറ്റൊരാൾക്ക് അത് കിട്ടിയെന്ന് പറഞ്ഞുള്ള ഒരു ഫീഡ്ബാക്ക് അദ്ദേഹത്തിന് ലഭിച്ചത് ആകെ 2 ബട്ടർഫ്ലൈസിൽ നിന്നാണ്. അതും ഒരു 75 മൈൽസ്
അദ്ദേഹം താമസിക്കുന്നിടത്തു നിന്ന് ഒരു 75 മൈൽസ് അകലെ നിന്നാണ് അദ്ദേഹത്തിന് ഫീഡ്ബാക്ക് കിട്ടിയത്. ഓക്കെ, അദ്ദേഹം പറത്തിവിട്ട ബട്ടർഫ്ലൈനെ അവിടെ കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ അതൊരു വലിയൊരു മൈഗ്രേഷനായിട്ടും അദ്ദേഹത്തിന് ഫീൽ ചെയ്തില്ല. അപ്പോൾ അത് അത്ര ഒരു ഫീഡ്ബാക്ക് ഇല്ലാത്തൊരു പ്രോസസ്സായിരുന്നു അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് അത് മടുക്കാൻ തുടങ്ങിയെന്നാണ് റിച്ചാർഡ് ഈബ്രൈറ്റിൻ്റെ വാക്കുകൾ കടമെടുത്തുകൊണ്ട് നമ്മുടെ ഓഥർ പറയുന്നത്. Then in the 7th grade, he got a hint of what real science is when he entered a county science fair and lost. അപ്പോൾ അദ്ദേഹം 7ാമത്തെ ഗ്രേഡിൽ പഠിക്കുമ്പോൾ, 7th ഗ്രേഡിൽ പഠിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഹിൻഡ് കിട്ടി. എന്താണ് ശരിക്കുമുള്ള സയൻസ് എന്താണെന്ന് അദ്ദേഹത്തിന് ഒരു ഹിൻഡ് കിട്ടി. എങ്ങനെയാണ് കിട്ടിയത്? വെൻ ഹി എൻറ്റേർഡ് എ കൗണ്ടി സയൻസ് ഫെയർ. കൗണ്ടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ട് ഓഫ് എ കൺട്രി. ഓക്കെ, ഒരു കൺട്രിയുടെ ഒരു റീജിയണൽ പാർട്ട്, അതാണ് കൗണ്ടി എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു റീജിയണൽ ആയിട്ടുള്ള ഒരു സയൻസ് ഫെയറിൽ അദ്ദേഹം പങ്കെടുക്കുകയും അത് അദ്ദേഹത്തിന് ലോസ് ആവുകയും ചെയ്തു. അദ്ദേഹത്തിന് അതിൽ വിൻ ചെയ്യാൻ പറ്റിയില്ല. അവിടെ നിന്നാണ് അദ്ദേഹം റിയൽ സയൻസ് എന്താണെന്ന് പഠിച്ചു തുടങ്ങിയത്. It was really a sad feeling to sit there and not get anything while everybody else had won something. അപ്പോൾ അത് അദ്ദേഹത്തിന് വളരെ സാഡായിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അദ്ദേഹം അതിൽ പങ്കെടുക്കുകയും അദ്ദേഹത്തിന് ഒന്നും അതിൽ നിന്ന് കിട്ടിയില്ല. അതേസമയം അതിൽ പങ്കെടുത്ത മറ്റുള്ളവർക്കൊക്കെ എന്തെങ്കിലും ഒരു കാര്യം അവർ വിൻ ചെയ്തിരുന്നു. ഇദ്ദേഹത്തിന് മാത്രം ആ സയൻസ് ഫെയറിൽ നിന്ന് ഒന്നും ലഭിച്ചില്ല. അത് വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരുന്നെന്നാണ് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞിട്ടുള്ള കാര്യം. ഈബ്രൈറ്റ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഈ കോട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ റൈറ്റർ പറയുന്നത് കേട്ടോ. ഹിസ് എൻട്രി വാസ് സ്ലൈഡ്സ് ഓഫ് ഫ്രോഗ് ടിഷ്യൂസ് വിച്ച് ഹി ഷോഡ് അണ്ടർ എ മൈക്രോസ്കോപ്പ്. അപ്പോൾ അദ്ദേഹം എന്താണ് ആ സയൻസ് ഫെയറിൽ ചെയ്തതെന്നാണ് പറയുന്നത്. ഫ്രോഗിൻ്റെ ടിഷ്യൂസ് എടുത്തിട്ട് അത് സ്ലൈഡ്സിൽ കാണിച്ചു കൊടുത്തു. ഒരു മൈക്രോസ്കോപ്പ് വെച്ചിട്ട് ഫ്രോഗിൻ്റെ ടിഷ്യൂസ് ആ സ്ലൈഡ്സിൽ വെച്ചിട്ട് മൈക്രോസ്കോപ്പ് വെച്ചിട്ട് അദ്ദേഹം ആളുകൾക്ക് കാണിച്ചു കൊടുത്തു. അതാണ് അദ്ദേഹം ആ സയൻസ് ഫെയറിൽ ചെയ്തത്. He realized the winners had tried to do real experiments, not simply make a neat display. പക്ഷേ ആ സയൻസ് ഫെയറിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വിന്നറായിട്ടുള്ള ആൾക്കാർ എന്താണ് ചെയ്തത്? ഒരു റിയൽ എക്സ്പെരിമെൻറ്റ്, ലൈവായിട്ടുള്ളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്ത് കാണിക്കുകയാണ് ചെയ്തത്. ഇദ്ദേഹം ചെയ്തത് എന്താണ്? ഒരു സിമ്പിൾ ഡിസ്പ്ലേ ആയിരുന്നു. വെറുതെ എന്തെങ്കിലും ഒരു ഷോ ചെയ്തു അദ്ദേഹം. അതാണ് അദ്ദേഹം ആകെ ചെയ്തത്, അല്ലേ? അല്ലാതെ ഒരു ലൈവായിട്ടുള്ളൊരു എക്സ്പെരിമെൻ്റ് ഒന്നും അദ്ദേഹം ആ സയൻസ് ഫെയറിൽ ചെയ്തിരുന്നില്ല എന്നുള്ള കാര്യം അദ്ദേഹം റിയലൈസ് ചെയ്തു. Already the competitive spirit that drives Richard E. Bright was appearing. I knew that for the next year's fair I would have to do real experiment, he said. ഓക്കെ, അപ്പോൾ അദ്ദേഹത്തിന് ആ സയൻസ് ഫെയറിൽ പങ്കെടുത്തതിന് ശേഷം അദ്ദേഹത്തിന് ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ്, ജയിക്കണമെന്നുള്ള ആ ഒരു മത്സര ബുദ്ധി അദ്ദേഹത്തിന് വന്നു. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഐ ന്യൂ ദാറ്റ് ഫോർ ദ നെക്സ്റ്റ് ഇയേഴ്സ് ഫെയർ ഐ വുഡ് ഹാവ് ടു ഡു റിയൽ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ അദ്ദേഹം എന്താണ് തീരുമാനിക്കുന്നത്? അടുത്ത സയൻസ് ഫെയറിന് അദ്ദേഹം റിയൽ ആയിട്ടുള്ളൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യുമെന്ന് അദ്ദേഹം വളരെ ഡിറ്റർമിനേഷനോടുകൂടി അദ്ദേഹം തീരുമാനിക്കുകയാണ്. ഹി സെഡ്, the subject I knew most about was the insect work I had been doing in the past several years. അപ്പോൾ അദ്ദേഹം തന്നെ പറയുകയാണ്, അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ അറിയുന്ന സബ്ജക്റ്റ് എന്താണ്? വാസ് ദ ഇൻസെക്റ്റ് വർക്ക്, അല്ലേ? ഇൻസെക്റ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ബട്ടർഫ്ലൈസിനെയാണ്. അദ്ദേഹം വർക്ക് ചെയ്തിരുന്നത് എന്താണ്? വളരെ പാസ്റ്റ് സെവറൽ ഇയേഴ്സ്, കുറേ വർഷങ്ങളായിട്ട് അദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ജോലിയുണ്ട്, ബട്ടർഫ്ലൈസിനെ കളക്ട് ചെയ്തിട്ട് ഒബ്സർവ് ചെയ്യുക എന്നുള്ളത്. അതാണ് അദ്ദേഹത്തിന് ഏറ്റവും നോളജുള്ള കാര്യം. എന്നാൽ അതിൽ തന്നെ എന്തെങ്കിലും ചെയ്യാമെന്നുള്ളത് അദ്ദേഹം ആലോചിക്കുകയാണ്. So he wrote to Dr. Urquhart for ideas and back came a stack of suggestions for experiments. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഡോക്ടർ ഉർഖാട്ടിന് ലെറ്റർ എഴുതി കൂടുതൽ ഐഡിയാസ് തരാനൊക്കെ ആയിട്ടുള്ള. അവർ തമ്മിൽ കോണ്ടാക്റ്റ് ഉണ്ട്. കാരണം ബട്ടർഫ്ലൈയുടെ മൈഗ്രേഷനെ കുറിച്ചിട്ടുള്ള ടാഗ്സും കാര്യങ്ങളൊക്കെ അദ്ദേഹം പ്രൊഫസർ ഉർഖാട്ടിന് അയച്ചു കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർ തമ്മിൽ എപ്പോഴും ഒരു കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ എക്സ്പെരിമെൻറ്റ് ചെയ്യാനുള്ള ഐഡിയാസിന് വേണ്ടിയിട്ട് ഡോക്ടർ ഉർഖാട്ടിന് അദ്ദേഹം കത്തെഴുതി. ആൻഡ് ബാക്ക് കെയിം എ സ്റ്റാക്ക് ഓഫ് സജഷൻസ് ഫോർ എക്സ്പെരിമെൻറ്റ്സ്. അപ്പോൾ ഈ പ്രൊഫസർ ഉർഖാട്ടിൻ്റെ അടുത്ത് നിന്ന് ഒരു സ്റ്റാക്ക് ഓഫ് സജഷൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി സജഷൻസ്, ഗ്രൂപ്പ് ഓഫ് സജഷൻസ് തന്നെ, ലോട്ട് ഓഫ് സജഷൻസ് അദ്ദേഹം തിരിച്ച് എഴുതി എക്സ്പെരിമെൻറ്റ്സിന് ഹെൽപ്പിംഗ് ആയിട്ടുള്ള. ദോസ് കെപ്റ്റ് ഇ ബ്രൈറ്റ് ബിസി ഓൾ ത്രൂ ഹൈ സ്കൂൾ ആൻഡ് ലെഡ് ടു പ്രൈസ് പ്രൊജക്ട്സ് ഇൻ കൗണ്ടി ആൻഡ് ഇൻ്റർനാഷണൽ സയൻസ് ഫെയർസ്.
ഓക്കെ. അപ്പോൾ ഇത് ഈബ്രൈറ്റിനെ ബിസിയാക്കി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അദ്ദേഹത്തെ ബിസിയാക്കി. ഓൾ ത്രൂ ഹൈസ്കൂളിൽ ഉടനീളം അദ്ദേഹം വളരെയധികം ബിസി ആയിരുന്നു. ഇങ്ങനെ സയൻസ് ഫെയറിലുള്ള എക്സ്പെരിമെൻസും അതിൻ്റെ ഉള്ള റിസർച്ചൊക്കെ ആയിട്ട് അദ്ദേഹം വളരെയധികം ബിസി ആയിരുന്നു. ആൻഡ് ദിസ് ലെഡ് ടു പ്രൈസ് പ്രൊജക്ട്സ് ഇൻ കൗണ്ടി ആൻഡ് ഇൻ്റർനാഷണൽ സയൻസ്. അവസാനം അദ്ദേഹത്തിന് ഒരുപാട് സമ്മാനങ്ങൾ കൗണ്ടി ലെവലിലും, അതായത് ആ കൺട്രിയുടെ റീജിയണൽ ലെവലിലും ഇൻ്റർനാഷണൽ സയൻസ് ഫെയർസിലൊക്കെ പിന്നീട് ഒത്തിരി സമ്മാനങ്ങൾ ലഭിക്കാനായിട്ട് ഇത് കാരണമായി. For his 8th grade project, Ebright tried to find the cause of viral disease that kills nearly all monarch caterpillars every few years. അപ്പോൾ നമ്മൾ മുമ്പ് കണ്ടിരുന്നു, അദ്ദേഹത്തിൻ്റെ 7th ഗ്രേഡിൽ പഠിക്കുമ്പോഴാണ് അദ്ദേഹം ആ സയൻസ് ഫെയറിൽ പങ്കെടുക്കുകയും വിൻ ചെയ്യാതിരിക്കുകയും ചെയ്തത്. അപ്പോൾ അദ്ദേഹം അതിന് ശേഷം മൊണാർക്ക് ബട്ടർഫ്ലൈസിനെ കുറിച്ച് കൂടുതൽ പഠനങ്ങളൊക്കെ നടത്തിയതിന് ശേഷം ഇപ്പോൾ 8th ഗ്രേഡിൽ പഠിക്കുന്ന സമയത്ത് സയൻസ് ഫെയറിൽ ഒന്നുകൂടെ പങ്കെടുക്കുകയാണ്. ഇത്തവണ അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം ഈ മൊണാർക്ക് ബട്ടർഫ്ലൈസിൻ്റെ കാറ്റർപില്ലേഴ്സിൻ്റെ എന്താണ് കാറ്റർപില്ലേഴ്സിൻ്റെ ഒരു ഡിസീസ് ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ആ ഡിസീസിന് ഒരു വൈറൽ ഡിസീസാണത്. അതിന് കാരണം എന്താണെന്ന് അദ്ദേഹം കണ്ടുപിടിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും നാൾ. ഈബ്രൈറ്റ് തോട്ട് ദ ഡിസീസ് മൈറ്റ് ബി ക്യാരിഡ് ബൈ എ ബീറ്റിൽ. അപ്പോൾ ഈബ്രൈറ്റ് വിചാരിച്ചിരുന്നത് ഈ ഡിസീസ്, ഈ മൊണാർക്ക് കാറ്റർപില്ലേഴ്സിന് വരുന്ന ഡിസീസ് ക്യാരി ചെയ്തിരുന്നത് ബീറ്റിൽ, ഒരു കൈൻഡ് ഓഫ് ഇൻസെക്റ്റ് ആയിരുന്നെന്നാണ് അദ്ദേഹം വിചാരിച്ചിരുന്നത്. ഹി ട്രൈഡ് റേസിങ് കാറ്റർപില്ലേഴ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് ബീറ്റിൽസ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? ഈ കാറ്റർപില്ലേഴ്സിനെയും ഈ ബീറ്റിൽസിനെയും കൂടെ ഒരുമിച്ച് വളർത്താൻ തുടങ്ങി. അപ്പോൾ അതായിരുന്നു അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ്. ഐ ഡിഡിൻറ്റ് ഗെറ്റ് എനി റിയൽ റിസൾട്ട്. പക്ഷെ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഒരു റിസൾട്ട് കിട്ടിയില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. കാരണം കാറ്റർപില്ലേഴ്സിന് ഈ ബീറ്റിൽസ് ആയിരുന്നു ഈ അസുഖം ഉണ്ടാക്കിയിരുന്നത്, ഈ വൈറൽ ഡിസീസസ് കോസ് ചെയ്തിരുന്നത്. പക്ഷേ അദ്ദേഹത്തിന് റിയൽ ആയിട്ടുള്ളൊരു റിസൾട്ട് ഇതിനെ ഒരുമിച്ച് റേസ് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് സത്യം പറഞ്ഞാൽ കിട്ടിയില്ല. ബട്ട് ഐ വെൻറ്റ് ഹെഡ് ആൻഡ് ഷോഡ് ദാറ്റ് ഐ ഹാഡ് ട്രൈഡ് ദ എക്സ്പെരിമെൻറ്റ്. പക്ഷേ ഈ സയൻസ് ഫെയറിൽ അദ്ദേഹം പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം ഈ എക്സ്പെരിമെൻ്റ് ആണ് ചെയ്തതെന്ന് പറയുകയും അദ്ദേഹത്തിൻ്റെ ആ എക്സ്പെരിമെൻറ്റിനെ കുറിച്ചിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഷോ ചെയ്യുകയും ചെയ്തു. ദിസ് ടൈം ഐ വോൺ. ഇത്തവണ അദ്ദേഹം വിജയിക്കുകയാണ് ചെയ്തത്. അപ്പോൾ റിയൽ ആയിട്ടുള്ളൊരു റിസൾട്ട് കിട്ടിയില്ലെങ്കിലും അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ് നല്ലൊരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു, നല്ലൊരു കാരണം ഉണ്ടായിരുന്നു, നല്ലൊരു എക്സ്പെരിമെൻ്റ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഇത്തവണ ഈ സയൻസ് ഫെയറിൽ വിജയിച്ചു. The next year, his science fair project was testing the theory that viceroy butterflies copy monarchs. അടുത്ത വർഷത്തെ അദ്ദേഹത്തിൻ്റെ സയൻസ് ഫെയറിൻ്റെ പ്രൊജക്റ്റ് എന്തായിരുന്നു? ഇറ്റ് വാസ് എ തിയറി ദാറ്റ് വൈസ്രോയ് ബട്ടർഫ്ലൈസ് കോപ്പി മൊണാർക്ക്. വൈസ്രോയ് ബട്ടർഫ്ലൈസ് എന്ന് പറയുന്നത് സ്പീഷീസ് ഓഫ് ബട്ടർഫ്ലൈ തന്നെയാണ്. അത്തരത്തിലുള്ള വൈസ്രോയ് ബട്ടർഫ്ലൈസ് മൊണാർക്ക് ബട്ടർഫ്ലൈനെ കോപ്പി ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ടുള്ള ഒരു തിയറി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ നെക്സ്റ്റ് സയൻസ് ഫെയർ പ്രൊജക്റ്റ്. The theory was that viceroy look like monarchs because monarchs don't taste good to ബേർഡ്സ്. തിയറി എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വൈസ്രോയ് മൊണാർക്കിനെ മിമിക്ക് ചെയ്യാൻ നോക്കും. മൊണാർക്കിൻ്റെ ആ ഒരു ഷേപ്പ് കോപ്പി ചെയ്യാനായിട്ട് വൈസ്രോയ് ബട്ടർഫ്ലൈസ് ശ്രമിക്കും. എന്തിനായിരുന്നു അത്? മൊണാർക്സ് ഡോണ്ട് ടേസ്റ്റ് ഗുഡ് ടു ബേർഡ്സ്. ഓക്കെ, അപ്പോൾ ബേർഡ്സിൻ്റെ ആഹാരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബട്ടർഫ്ലൈസ് ഒക്കെയാണ്. അപ്പോൾ ഈ മൊണാർക്കിൻ്റെ ടേസ്റ്റ് ബേർഡ്സിന് ഇഷ്ടമല്ലായിരുന്നു. വൈസ്രോയ്സ് ഓൺ ദ അതർ ഹാൻഡ് ഡു ടേസ്റ്റ് ഗുഡ് ടു ബേർഡ്സ്. അതേസമയം വൈസ്രോയ് ബട്ടർഫ്ലൈസിൻ്റെ ടേസ്റ്റ് ബേർഡ്സിന് വളരെയധികം ഇഷ്ടമായിരുന്നു. സോ ദ മോർ ദേ ലുക്ക് ലൈക്ക് മൊണാർക്സ് ദ ലെസ് ലൈക്ലി ദേ ആർ ടു ബിക്കം എ ബേർഡ്സ് ഡിന്നർ. അപ്പോൾ വൈസ്രോയ് ബട്ടർഫ്ലൈസ് എന്തുമാത്രം മൊണാർക്ക് ബട്ടർഫ്ലൈനെ പോലെ ഇരിക്കുന്നോ, അപ്പോൾ ബേർഡ്സ് അത്തരത്തിലുള്ള ബട്ടർഫ്ലൈനെ, മൊണാർക്കിനെ പോലെ ഇരിക്കുന്ന വൈസ്രോയ് ബട്ടർഫ്ലൈസിനെ ബേർഡ്സ് ക്യാച്ച് ചെയ്യില്ല ഇരയാക്കാനായിട്ട്. അപ്പോൾ അത് ആ ബേർഡിൻ്റെ ഡിന്നറായിട്ട് മാറില്ല. അതായത് വൈസ്രോയ് ബട്ടർഫ്ലൈസിനെ കാണുകയാണെങ്കിൽ ബേർഡ്സ് ക്യാച്ച് ചെയ്തിട്ട് ബേർഡ്സിൻ്റെ ഭക്ഷണമാക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതേസമയം വൈസ്രോയ് ബട്ടർഫ്ലൈസ് ഈ മൊണാർക്ക് ബട്ടർഫ്ലൈനെ രൂപത്തിൽ കോപ്പി ചെയ്യുകയാണെങ്കിൽ അത്രയധികം ആ ബേർഡ്സ് അവരെ ശ്രദ്ധിക്കില്ല. അപ്പോൾ അവർക്ക് അതിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ ഇതായിരുന്നു വൈസ്രോയ് ബട്ടർഫ്ലൈസ് മൊണാർക്ക് ബട്ടർഫ്ലൈനെ കോപ്പി ചെയ്യാനുള്ള റീസൺ. ഒരു കൈൻഡ് ഓഫ് മിമിക്രി ചെയ്യാനുള്ള ഒരു കഴിവ് വൈസ്രോയ് ബട്ടർഫ്ലൈസിന് ഉണ്ടായിരുന്നു. അതിന് ബെറ്റീഷ്യൻ മിമിക്രി എന്നൊക്കെ പറയും. അതിനെക്കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാനില്ല. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ തിയറി. Ebright's project was to see whether, in fact, birds would eat monarchs. അപ്പോൾ ഈബ്രൈറ്റിൻ്റെ പ്രൊജക്റ്റ് എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബേർഡ്സ് മൊണാർക്കിനെ കഴിക്കുന്നുണ്ടോ എന്ന് അദ്ദേഹം നിരീക്ഷിച്ചുകൊണ്ട് അതിനെക്കുറിച്ചിട്ടുള്ള ഒരു പ്രൊജക്റ്റായിരുന്നു അദ്ദേഹം ചെയ്തുകൊണ്ടിരുന്നത്. ഹി ഫൗണ്ട് ദാറ്റ് എ സ്റ്റാർലിംഗ് വുഡ് നോട്ട് ഈറ്റ് ഓർഡിനറി ബേർഡ് ഫുഡ്, ഇറ്റ് വുഡ് ഈറ്റ് ഓൾ ദ മൊണാർക്സ് ഇറ്റ് കുഡ് ഗെറ്റ്. അപ്പോൾ അദ്ദേഹം കണ്ടുപിടിച്ചൊരു കാര്യം എന്ന് വെച്ചാൽ, സ്റ്റാർലിംഗ് എന്ന് പറയുന്നത് ഒരു ബേർഡാണ്. ആ ബേർഡ് ഓർഡിനറി ബേർഡ്
ഫുഡ് കഴിക്കില്ല. അതായത് സാധാരണ ബേർഡ്സ് കഴിക്കാറുള്ള ഫുഡല്ല ഈ സ്റ്റാർലിംഗ് ബേർഡ് കഴിക്കുന്നത്. ഇറ്റ് വുഡ് ഈറ്റ് ഓൾ ദ മൊണാർക്സ് ഇറ്റ് കുഡ് ഗെറ്റ്. അപ്പോൾ അതിന് കിട്ടുന്ന മൊണാർക്ക് ബട്ടർഫ്ലൈനെയൊക്കെ അത് കഴിക്കാറുണ്ട്. അപ്പോൾ സാധാരണ ബേർഡ്സിന് മൊണാർക്കിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലെങ്കിലും ഈ സ്റ്റാർലിംഗ് എന്ന് പറയുന്ന ബേർഡ് മൊണാർക്സ് കഴിക്കാറുണ്ടായിരുന്നു. Ebright said later research by other people showed that viceroys probably do copy the monarch. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ലേറ്റർ റിസർച്ചിൽ അദ്ദേഹം എന്ത് ഷോ ചെയ്തു? വൈസ്രോയ് probably do copy the monarch. മൊണാർക്കിനെ വൈസ്രോയ് ബട്ടർഫ്ലൈസ് കോപ്പി ചെയ്യുന്ന ആ ഒരു കാര്യം കൂടെ അദ്ദേഹത്തിൻ്റെ ലേറ്റർ റിസർച്ചിൽ അദ്ദേഹം ഇൻക്ലൂഡ് ചെയ്തു. This project was placed first in the zoology division and the third overall in the county science fair. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ പ്രൊജക്റ്റ് സുവോളജി സയൻസ് ഫെയറിൽ തന്നെ പല ഡിവിഷൻസ് ഉണ്ടാവും. സയൻസിൻ്റെ തന്നെ പല ഡിവിഷൻസ് ഉണ്ട്. അതിൽ സുവോളജിയിൽ അദ്ദേഹത്തിൻ്റെ പ്രൊജക്റ്റ് ഫസ്റ്റ് ആവുകയും ഓവറോൾ കൗണ്ടി സയൻസ് ഫെയറിൽ ഓവറോൾ ആയിട്ടുള്ള ആ സയൻസ് ഫെയറിൽ അദ്ദേഹത്തിന് അതിൽ തേർഡ് കിട്ടുകയും ചെയ്തു. In his second year in high school, Richard Ebright began the research that led to his discovery of an unknown insect hormone. Indirectly, it also led to his new theory on the life of cells. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൈസ്കൂളിലെ 2ാമത്തെ വർഷം അദ്ദേഹം എന്താണ് ചെയ്തത്? അദ്ദേഹം റിസർച്ച് സ്റ്റാർട്ട് ചെയ്തു. ദാറ്റ് ലെഡ് ടു ഹിസ് ഡിസ്കവറി ഓഫ് എൻ അൺനോൺ ഇൻസെക്ട് ഹോർമോൺ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിസർച്ച് എന്തിലോട്ടാണ് ലീഡ് ചെയ്തത്? ഒരു അൺനോൺ ആയിട്ടുള്ള ഒരു ഇൻസെക്ട് ഹോർമോൺ. ഇൻസെക്ട്സിനും ഹോർമോൺസ് ഉണ്ട് അല്ലേ? നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോൺസ് പോലെ തന്നെ ഇൻസെക്ട്സിനും ഹോർമോൺ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഹോർമോൺസിൻ്റെ ഡിസ്കവറി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ നെക്സ്റ്റ് റിസർച്ച്. ഇൻഡയറക്ട്ലി ഇറ്റ് ഓൾസോ ലെഡ് ടു ഹിസ് ന്യൂ തിയറി ഓൺ ദ ലൈഫ് ഓഫ് സെൽസ്. അപ്പോൾ ഇൻഡയറക്റ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ഈ റിസർച്ച് സെൽസിനെ കുറിച്ചിട്ടുള്ള പുതിയതായിട്ടുള്ള പല തിയറികളിലേക്കും ഇതേ കാര്യം ഈ ഇൻസെക്ട് ഹോർമോണിനെ കുറിച്ചുള്ള പഠനം സെൽസിനെ കുറിച്ചിട്ടുള്ള പുതിയ പഠനങ്ങളിലേക്ക് വഴിതെളിച്ചു എന്നാണ് പറയുന്നത്. The question he tried to answer was simple. What is the purpose of the 12 tiny gold spots on a monarch pupa? അപ്പോൾ അദ്ദേഹം ആൻസർ ചെയ്യാൻ ശ്രമിച്ചിരുന്ന ക്വസ്റ്റ്യൻ ഇതായിരുന്നു. ഈ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? ഈ മൊണാർക്ക് പ്യൂപ്പയിൽ മൊണാർക്ക് ബട്ടർഫ്ലൈയുടെ പ്യൂപ്പ എന്ന് പറയുന്ന ആ സ്റ്റേജിൽ അതിന് പുറത്ത് 12 ടൈനി ഗോൾഡ് സ്പോട്ട്സ് കാണാൻ സാധിക്കും. ഈ പ്യൂപ്പയിൽ എന്തുണ്ടാവും? 12 ഈ ഗോൾഡ് സ്പോട്ട്സ്, ഗോൾഡിൻ്റെ ഇങ്ങനെ ചെറിയ ഡോട്ട്സ് പോലെയുള്ള ഒരു ഇത് പ്യൂപ്പയിൽ കാണാൻ കഴിയും. എന്തിനാണത് എന്ന് അദ്ദേഹം ചിന്തിച്ചു തുടങ്ങി. Everyone assumed the sports were just ornamental, Ebright said, but Dr. Urquhart didn't believe it. അപ്പോൾ മുമ്പ് എല്ലാവരും വിചാരിച്ചിരുന്നത് ആ സ്പോർട്സ് വെറുതെ ഓർണമെൻ്റൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് 12 ടൈനി ഗോൾഡ് സ്പോർട്സിനെ എല്ലാവരും കരുതിയിരുന്നത്. പക്ഷെ പ്രൊഫസർ ഉർഖാട്ട് അത് വിശ്വസിച്ചിരുന്നില്ല. അതിനർത്ഥം എന്താണ്? ഈ റിച്ചാർഡ് ഈബ്രൈറ്റും ഡോക്ടർ ഉർഖാട്ടും എപ്പോഴും അവർ തമ്മിലൊരു കോൺടാക്റ്റും ഇങ്ങനെയുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ അവർ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഈ ടൈനി ഡോട്ട്സിനെ കുറിച്ചിട്ട് സ്പോർട്സിനെ കുറിച്ചിട്ട് റിച്ചാർഡ് ഈബ്രൈറ്റ് പറഞ്ഞപ്പോൾ ഡോക്ടർ ഉർഖാട്ട് ഇതൊരു വെറും ഒരു ഓർണമെൻ്റൽ ആയിട്ടുള്ള ഒരു കാര്യം മാത്രമാണെന്ന് അദ്ദേഹം ഒരിക്കലും അത് വിശ്വസിച്ചിരുന്നില്ല. ടു ഫൈൻഡ് ദ ആൻസർ, Ebright and another excellent science student first had to build a device that showed that the spores were producing a hormone necessary for the butterfly's full development. അപ്പോൾ ഇതിന് ഉത്തരം കിട്ടാനായിട്ട് ഈബ്രൈറ്റും അദ്ദേഹത്തിൻ്റെ വേറൊരു സുഹൃത്തും, വളരെ എക്സലൻ്റ് ആയിട്ടുള്ള തന്നെയുള്ള ഒരു സയൻസ് സ്റ്റുഡൻ്റ് ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ മറ്റൊരു സുഹൃത്തും കൂടെ ഒരു ഡിവൈസ് ബിൽഡ് ചെയ്തെടുത്തു. എന്തിനായിരുന്നു ആ ഡിവൈസ്? ടു ഷോ ദ സ്പോർട്സ് വർ പ്രൊഡ്യൂസിങ് എ ഹോർമോൺ നെസസറി ഫോർ ദ ബട്ടർഫ്ലൈസ് ഫുൾ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഈ പ്യൂപ്പ സ്റ്റേജിൽ വരുന്ന ഈ ടൈനി 12 ഗോൾഡ് സ്പോർട്സിൽ നിന്നും ഹോർമോൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ഹോർമോൺസാണ് ഈ ബട്ടർഫ്ലൈയുടെ ഓവറോൾ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തും കൂടെ കണ്ടുപിടിച്ചു. This project won Ebright first place in the county fair and entry into the International Science and Engineering Fair. അപ്പോൾ ഇത്തവണത്തെ പ്രോജക്റ്റിൽ ഈബ്രൈറ്റിന് ഫസ്റ്റ് പ്ലേസ് തന്നെ ലഭിക്കുകയാണ്. കൗണ്ടി ലെവലിലുള്ള സയൻസ് ഫെയറിൽ അദ്ദേഹത്തിന് ഫസ്റ്റ് പ്ലേസ് ലഭിച്ചു. അതിലൂടെ അദ്ദേഹത്തിന് ഇൻ്റർനാഷണൽ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ഫെയറിൽ പങ്കെടുക്കാനുള്ള ഒരു എൻട്രി ലഭിച്ചു. There he won third place for zoology. അപ്പോൾ ഇൻ്റർനാഷണൽ ലെവലിൽ അദ്ദേഹത്തിന്
തേർഡ് പ്ലേസ് ആണ് ലഭിച്ചത്. ഹി ഓൾസോ ഗോട്ട് എ ചാൻസ് ടു വർക്ക് ഡ്യൂറിംഗ് ദ സമ്മർ അറ്റ് ദ എൻറ്റമോളജി ലബോറട്ടറി ഓഫ് ദ വാൾട്ടർ റീഡ് ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു ചാൻസ് കൂടെ ലഭിച്ചു. വാൾട്ടർ റീഡ് ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ച് എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എൻറ്റമോളജി ലബോറട്ടറിയിൽ വർക്ക് ചെയ്യാൻ. എൻറ്റമോളജി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റഡി ഓഫ് ഇൻസെക്ട്സ് ആണ്. അപ്പോൾ ഇൻസെക്ട്സിനെ കുറിച്ച് സ്റ്റഡി ചെയ്യാനുള്ള ഒരു ലബോറട്ടറിയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് കൂടെ അദ്ദേഹത്തിന് ലഭിക്കുകയാണ്. എവിടെ? വാൾട്ടർ റീഡ് ആർമി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് റിസർച്ചിൽ. As a high school junior, Richard E. Bright continued his advanced experiments on the monarch pupa. ഓക്കെ, അപ്പോൾ അദ്ദേഹം ഒരു ഹൈസ്കൂൾ ജൂനിയർ ലെവലിൽ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻറ്റ്സ്, ഈ മൊണാർക്ക് പ്യൂപ്പയിലുള്ള എക്സ്പെരിമെൻറ്റ്സ് അദ്ദേഹം കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരുന്നു. That year, his project won first place at the International Science Fair and gave him another chance to work in the Army laboratory during the summer. അപ്പോൾ ഇത്തവണ അദ്ദേഹത്തിന് ഇൻ്റർനാഷണൽ സയൻസ് ഫെയറിൽ ഫസ്റ്റ് പ്ലേസ് തന്നെ ലഭിച്ചു. കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന് ഇൻ്റർനാഷണൽ ലെവലിൽ തേർഡ് പ്ലേസ് ആണ് ലഭിച്ചെങ്കിൽ ഇത്തവണ അദ്ദേഹത്തിന് ഫസ്റ്റ് പ്ലേസ് തന്നെ ഇൻ്റർനാഷണൽ ലെവലിൽ അദ്ദേഹത്തിന് ലഭിക്കുകയും അദ്ദേഹത്തിന് ഒന്നുകൂടെ ഒരു ചാൻസ് കിട്ടി. ഈ ആർമി ലബോറട്ടറിയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു ചാൻസ് കൂടെ അദ്ദേഹത്തിന് ലഭിച്ചു. In his senior year, he went a step further. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഹൈസ്കൂളിലെ സീനിയർ ലെവലായപ്പോഴത്തേക്കും അദ്ദേഹം ഒരു സ്റ്റെപ്പ് കൂടെ മുൻപോട്ട് വെച്ചു. He grew cells from a monarch's wing in a culture and showed that the cells would divide and develop into normal butterfly wing scales only if they were fed the hormone from the gold spots. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റ് എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മൊണാർക്ക് ബട്ടർഫ്ലൈയുടെ വിങ്സിൽ നിന്നും കുറച്ച് സെൽസ് കളക്ട് ചെയ്ത് അദ്ദേഹം കൾച്ചർ ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ഈ സെൽസിൽ അദ്ദേഹം എന്ത് ചെയ്തു? ഈ ഗോൾഡ് സ്പോട്ട്സിൽ നിന്നുള്ള ടൈനി ഗോൾഡ് സ്പോട്ട്സിലാണ് ഹോർമോൺസ് ഉള്ളതെന്ന് നമ്മൾ കണ്ടു. ആ ഹോർമോൺസ് ആണ് ബട്ടർഫ്ലൈയുടെ ഓവറോൾ ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നതെന്നൊക്കെ അദ്ദേഹം മുൻപ് കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ ഈ സെൽസ് എടുത്തിട്ട് ആ സെൽസിൽ ഈ ഹോർമോൺസ് അപ്ലൈ ചെയ്തു. അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ സെൽസ് ഡിവൈഡ് ചെയ്തിട്ട് വിങ്സിൻ്റെ സെൽസ് ഡിവൈഡ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് അതിൽ നിന്നും ഒരു ഫുൾ വിങ് സ്കെയിൽ ഒരു ഫുൾ വിങ് ഡെവലപ്പ് ചെയ്യുന്നത് അദ്ദേഹത്തിന് കാണാൻ സാധിച്ചു. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ നെക്സ്റ്റ് എക്സ്പെരിമെൻറ്റ്. ദാറ്റ് പ്രൊജക്റ്റ് വോൺ ഫസ്റ്റ് പ്ലേസ് ഫോർ സുവോളജി അറ്റ് ദ ഇൻ്റർനാഷണൽ ഫെയർ. അപ്പോൾ ഇൻ്റർനാഷണൽ സയൻസ് ഫെയറിൽ ഈ എക്സ്പെരിമെൻറ്റിന് അദ്ദേഹത്തിന് ഫസ്റ്റ് പ്ലേസ്, സുവോളജിയിൽ ഫസ്റ്റ് പ്ലേസ് അദ്ദേഹത്തിന് ലഭിച്ചു. He spent the summer after graduation doing further work at the Army laboratory and at the laboratory of the US Department of Agriculture. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമ്മർ അദ്ദേഹം എങ്ങനെയാണ് സ്പെൻഡ് ചെയ്തത്? ഗ്രാജുവേഷന് ശേഷമുള്ള സ്കൂൾ ഗ്രാജുവേഷന് ശേഷം അദ്ദേഹം എവിടെ വർക്ക് ചെയ്തു? ഈ ആർമി ലബോറട്ടറിയിൽ വർക്ക് ചെയ്തു. അത് മാത്രമല്ല US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ, ആ ലബോറട്ടറിയിൽ കൂടെ അദ്ദേഹം വർക്ക് ചെയ്തിരുന്നു. The following summer, after his freshman year at Harvard University, E. Bright went back to the laboratory of the Department of Agriculture and did more work on the hormone from the gold spots. അപ്പോൾ അതിനുശേഷമുള്ള സമ്മറിൽ, അതായത് അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് ഇയർ ആണ്, ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലാണ് പിന്നീട് അദ്ദേഹം പഠിച്ചത്. അപ്പോൾ അവിടെയുള്ള ആ ഫസ്റ്റ് ഇയറിൽ തന്നെ ഈ ബ്രൈറ്റ് എങ്ങോട്ട് തിരിച്ചുപോയി? ദ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചറിൽ അദ്ദേഹം വർക്ക് ചെയ്തിരുന്നു അല്ലേ. അപ്പോൾ ആ ലബോറട്ടറിയിലേക്ക് തന്നെ അദ്ദേഹം ഒന്നുകൂടെ തിരിച്ചു പോയിട്ട് കൂടുതൽ വർക്ക്, ഈ ഗോൾഡ് സ്പോട്ട്സിൽ നിന്നുള്ള ഹോർമോണിനെ കുറിച്ചിട്ടുള്ള കൂടുതൽ വർക്ക് അദ്ദേഹം ചെയ്യാൻ തുടങ്ങി. Using the laboratory's sophisticated instruments, he was able to identify the hormone's chemical structure. അപ്പോൾ ലബോറട്ടറിയിലാവുമ്പോൾ സൊഫിസ്റ്റിക്കേറ്റഡ് ഇൻസ്ട്രുമെൻറ്റ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള, ഒത്തിരി ടെസ്റ്റ് ചെയ്ത് വിജയിച്ചിട്ടൊക്കെയുള്ള വളരെ നമ്മൾ എക്സ്പെരിമെൻറ്റ്സിന് യൂസ് ചെയ്യുന്ന നല്ല ഇൻസ്ട്രുമെൻറ്റ്സ്, അതാണ് സൊഫിസ്റ്റിക്കേറ്റഡ് ഇൻസ്ട്രുമെൻറ്റ്സ്. അങ്ങനെയുള്ള ഇൻസ്ട്രുമെൻറ്റ്സ് ഒക്കെ ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിന് കൂടുതൽ ഈ ഹോർമോണിൻ്റെ കെമിക്കൽ സ്ട്രക്ചറിനെ കുറിച്ചിട്ടൊക്കെ കൂടുതൽ അറിയാൻ സാധിച്ചു. A year and half later, during his junior year, E. Bright got the idea for his new theory about cell life. അപ്പോൾ 1.5 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിലുള്ള അദ്ദേഹത്തിൻ്റെ ജൂനിയർ ഇയർ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഒരു ഐഡിയ ലഭിക്കുകയാണ്. എന്താണ്? ഈ സെൽ ലൈഫിനെ കുറിച്ചിട്ടുള്ള ഒരു ന്യൂ തിയറിയെ കുറിച്ചിട്ടുള്ള ഒരു ഐഡിയ അദ്ദേഹത്തിന് ലഭിച്ചു. It came while he was looking at X-ray photos of the chemical structure of a hormone. അപ്പോൾ ആ ഐഡിയ അദ്ദേഹത്തിന് വന്നത് എങ്ങനെയാണ്? അദ്ദേഹം ഒരിക്കൽ ഈ ഹോർമോണിൻ്റെ കെമിക്കൽ സ്ട്രക്ചർ, ഓരോ ഹോർമോണിനും ഒരു കെമിക്കൽ സ്ട്രക്ചർ ഉണ്ടാവും. അത് അദ്ദേഹം എക്സ്റേ ഫോട്ടോസ്, അതിൻ്റെ എക്സ്റേ ഫോട്ടോ എടുത്തിട്ട് അത് ഒബ്സർവ് ചെയ്യുന്ന സമയത്താണ് അദ്ദേഹത്തിന് ഈ തിയറി, സെൽ തിയറിയെ കുറിച്ചിട്ടുള്ള പുതിയ ഐഡിയാസ് അദ്ദേഹത്തിന് ലഭിച്ചത്.
When he saw those photos, Ebright didn't shout Eureka or even I have got it. ഓക്കെ, അപ്പോൾ ഈ ഫോട്ടോസ്, എക്സ്റേ ഫോട്ടോസ് അദ്ദേഹം കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്തിന് അദ്ദേഹത്തിന് പുതിയ കണ്ടുപിടുത്തങ്ങൾ, സെൽ തിയറിയെക്കുറിച്ചിട്ടുള്ള കൂടുതൽ കാഴ്ചപ്പാടുകളൊക്കെ ലഭിച്ചു. പക്ഷെ അദ്ദേഹം ഒന്ന് ഷൗട്ട് ചെയ്യുകയോ യുറേക്ക എന്ന് പറയുകയോ ഒന്നും ചെയ്തില്ല. യുറേക്ക എന്ന് പറയുന്നത് ആർക്കമീഡിസ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടുപിടുത്തം നടത്തിയ സമയത്ത് ആ ഒരു എക്സൈറ്റ്മെൻറ്റോടുകൂടി യുറേക്ക എന്ന് പറഞ്ഞത് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. യുറേക്ക എന്ന് വെച്ചാൽ കിട്ടിപ്പോയെന്നാണ് അർത്ഥം. അപ്പോൾ ഒരു എക്സൈറ്റ്മെൻറ്റ് അദ്ദേഹം യുറേക്ക യുറേക്ക എന്ന് പറഞ്ഞ് ഇങ്ങനെ വിളിച്ചുകൊണ്ട് നടന്നിരുന്നു ആർക്കമീഡിസ്. അപ്പോൾ അതുപോലെയുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ഒന്നും ഈബ്രൈറ്റ് കാണിച്ചിരുന്നില്ല എന്നാണ് ഓദർ പറയുന്നത്. ഈവൻ ഐ ഹാവ് ഗോട്ട് ഇറ്റ്, എനിക്കത് കിട്ടി എന്ന് വളരെ ശാന്തമായി പോലും അദ്ദേഹം പ്രതികരിച്ചിരുന്നില്ല. But he believed that, along with his findings about insect hormones, the photos gave him the answer to one of biology's puzzles, how the cell can read the blueprint of its DNA. പക്ഷെ അദ്ദേഹം വിശ്വസിച്ചിരുന്നു ഈ ഇൻസെക്ട്സ് ഹോർമോണിനെ കുറിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഫൈൻഡിങ്സ് അദ്ദേഹത്തിന് ബയോളജിയിലെ വളരെ വലിയൊരു പസിലിനാണ് ഉത്തരം കൊടുത്തത്. എന്തായിരുന്നു ആ പസിൽ? ഹൗ ദ സെൽ ക്യാൻ റീഡ് ദ ബ്ലൂ പ്രിൻ്റ് ഓഫ് ഇറ്റ്സ് DNA. സെൽസ് എങ്ങനെയാണ് ഈ ഡി എൻ എനെ റീഡ് ചെയ്യാന്ന് വെച്ചാൽ എക്സ്പ്രസ് ചെയ്യുന്നത്, ഡി എൻ എനെ എങ്ങനെയാണ് സെൽസ് എക്സ്പ്രസ് ചെയ്യുന്നത് എന്നുള്ള അദ്ദേഹത്തിൻ്റെ വളരെ വലിയ ഒരു പസിലിനാണ് ഈ ഫോട്ടോസ് അദ്ദേഹത്തിന് ആൻസർ കൊടുത്തത്. DNA is the substance in the nucleus of a cell that controls heredity. നമ്മൾ സയൻസിൽ പഠിച്ചിട്ടുണ്ട് DNA എന്ന് പറഞ്ഞ ജനറ്റിക് മെറ്റീരിയൽ, സെല്ലിൻ്റെ ന്യൂക്ലിയസിനകത്തുള്ള ജനറ്റിക് മെറ്റീരിയലാണ് ഹെറിഡിറ്റി. ഹെറിഡിറ്റി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരമ്പരാഗതമായിട്ടുള്ള സ്വഭാവങ്ങളെ, നമ്മുടെ ആൻസിസ്റ്റേഴ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സ്വഭാവങ്ങളെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഒരു ജനറ്റിക് മെറ്റീരിയലാണ് DNA. ഇറ്റ് ഡിറ്റർമിൻസ് ദ ഫോം ആൻഡ് ദ ഫങ്ഷൻ ഓഫ് ദ സെൽ. അല്ലേ, സെല്ലിൻ്റെ ഫോമിനെയും ഫംഗ്ഷനെയൊക്കെ ഡിറ്റർമിൻ ചെയ്യുന്ന ഫാക്ടറാണ് DNA. ദസ് DNA ഇസ് ദ ബ്ലൂ പ്രിൻറ്റ് ഫോർ ലൈഫ്. DNA അറിയപ്പെടുന്നത് എന്താണ്? ലൈഫിൻ്റെ ബ്ലൂ പ്രിൻ്റ് എന്നാണ് DNA അറിയപ്പെടുന്നത്. Ebright and his college roommate James R. Wong worked all that night drawing pictures and constructing plastic models of molecules to show how it could happen. Together, they later wrote the paper that explained the theory. അപ്പോൾ ഈ സ്റ്റോറിയുടെ സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ പറയുന്നുണ്ട് ഈബ്രൈറ്റും അദ്ദേഹത്തിൻ്റെ കോളേജ് റൂംമേറ്റും കൂടെ ചേർന്നാണ് മാഗസീനിൽ ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്ത്, സെൽ തിയറിയെ കുറിച്ചിട്ടുള്ള ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തതെന്നൊക്കെ നമ്മൾ സ്റ്റോറിയുടെ സ്റ്റാർട്ടിങ്ങിൽ കണ്ടിരുന്നു. ഇപ്പോൾ അങ്ങോട്ട് തന്നെയാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. ഈബ്രൈറ്റും അദ്ദേഹത്തിൻ്റെ കോളേജ് റൂംമേറ്റ്, അദ്ദേഹത്തിൻ്റെ പേര് ജെയിംസ് ആർ വോങ് എന്നായിരുന്നു. അവർ രണ്ടുപേരും കൂടെ ത്രൂ ഔട്ട് നൈറ്റ് വർക്ക് ചെയ്തിട്ട് ഈ പിക്ചേഴ്സ്, അതായത് അവർ എക്സ്റേയിൽ കണ്ട, ഈ ബ്രൈറ്റ് എക്സ്റേയിൽ കണ്ട ആ സെല്ലിൻ്റെ മോഡലൊക്കെ അവർ ഡ്രോ ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് അതിൻ്റെ DNA ഒരു മോളിക്കുലർ സ്ട്രക്ചർ ഉണ്ടല്ലേ, അപ്പോൾ അതൊക്കെ Surprising no one who knew him, Richard Ebright graduated from Harvard with highest honors, second of his class of 1510. ഓക്കെ, അപ്പോൾ ആരും തന്നെ അദ്ദേഹത്തെ അങ്ങനെ അറിഞ്ഞിരുന്നില്ല എന്നാണ് ഓതർ പറയുന്നത്. റിച്ചാർഡ് ഈബ്രൈറ്റ് ഹാർവേഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഗ്രാജുവേഷൻ ലഭിക്കുന്നത് ഹയസ്റ്റ് ഓണേഴ്സോട് കൂടിയാണ്. 1510 സ്റ്റുഡൻസ് ഉണ്ടായിരുന്നതിൽ നിന്നും അദ്ദേഹത്തിന് സെക്കൻഡ് റാങ്കാണ് അദ്ദേഹത്തിൻ്റെ ഗ്രാജുവേഷൻ സമയത്ത് അദ്ദേഹത്തിന് കിട്ടിയത്. Ebright went on to become a graduate student researcher at Harvard Medical School. അപ്പോൾ ഹാർവേഡ് മെഡിക്കൽ സ്കൂളിൽ തന്നെ അദ്ദേഹം ഒരു ഗ്രാജുവേറ്റ് സ്റ്റുഡൻറ്റ് റിസർച്ചറായിട്ട് അദ്ദേഹം ആ യൂണിവേഴ്സിറ്റിയിൽ തന്നെ കണ്ടിന്യൂ ചെയ്തു. റിസർച്ചറായിട്ട് അദ്ദേഹം അവിടെ വീണ്ടും കണ്ടിന്യൂ ചെയ്തു. ദർ ഹി ബിഗാൻ ഡൂയിങ് എക്സ്പെരിമെൻറ്റ്സ് ടു ടെസ്റ്റ് ഹിസ് തിയറി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയ തിയറി ടെസ്റ്റ് ചെയ്യാനുള്ള എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ അദ്ദേഹം അവിടെ നിന്ന് തുടങ്ങി. If the theory proves correct, it will be a big step towards understanding the process of life. ഓക്കെ, അപ്പോൾ ഈ തിയറി കറക്റ്റായിട്ട് അദ്ദേഹം പ്രൂവ് ചെയ്യുകയാണെങ്കിൽ അത് വളരെ വലിയൊരു നീക്കം തന്നെയായിരിക്കും. പ്രോസസ്സസ് ഓഫ് ലൈഫ്, ലൈഫിൻ്റെ പ്രോസസ്സിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാനുള്ള വളരെ വലിയൊരു സ്റ്റെപ്പ് തന്നെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ഈ തിയറി കറക്റ്റായിട്ട് വന്നാലെന്ന് അദ്ദേഹം വിശ്വസിച്ചിരുന്നു. It might also lead to new ideas for preventing some types of cancer and other diseases. അതുമാത്രമല്ല, ഈ തിയറി ശരിക്കും പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ക്യാൻസർ പോലെയും അതുപോലെയുള്ള മറ്റു മാരക അസുഖങ്ങളെയൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള എന്തെങ്കിലും ന്യൂ ഐഡിയാസ് അതിൽ നിന്ന് ലഭിക്കുമായിരുന്നു. ഓൾ ഓഫ് ദിസ് ഇസ് പോസിബിൾ ബിക്കോസ് ഓഫ് ഈബ്രൈറ്റ് സയൻറ്റിഫിക് ക്യൂരിയോസിറ്റി. എല്ലാം പോസിബിൾ ആയിരുന്നു. എന്തുകൊണ്ട്? ഈബ്രൈറ്റിൻ്റെ സയൻറ്റിഫിക് ക്യൂരിയോസിറ്റി, അദ്ദേഹത്തിന് ആ സയൻസിലുള്ള ആ ക്യൂരിയോസിറ്റി കൊണ്ട് ഇതെല്ലാം പോസിബിൾ ആയിരുന്നു. His high school research into the purpose of the spores on a monarch pupa eventually led him to his theory about cell life. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്കൂൾ പഠനകാലത്തുള്ള ആ മൊണാർക്ക് പ്യൂപ്പയിൽ നിന്നും ആ ടൈനി സ്പോർട്സ് എന്തിനായിരുന്നു എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ഒരു റിസർച്ചാണ് അദ്ദേഹത്തെ ഇത്രയും വലിയ ഒരു സെൽ തിയറിയിലേക്കെല്ലാം ലീഡ് ചെയ്യിച്ചത്. അപ്പോൾ എന്തുമാത്രം ആ ഒരു ക്യൂരിയോസിറ്റിയാണ് അദ്ദേഹത്തെ ഡ്രൈവ് ചെയ്യിച്ച് ഇവിടെ വരെ എത്തിയത്. അപ്പോൾ ഇനിയും അദ്ദേഹത്തിന് ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്താൻ കഴിയും എന്നാണ് ഓതർ പറയുന്നത്.
Richard E. Bright has been interested in science since he first began collecting butterflies, but not so deeply that he has not time for other interest. ഓക്കെ, അപ്പോൾ റിച്ചാർഡ് ഇ ബ്രൈറ്റ് വളരെയധികം സയൻസിൽ ഇൻട്രസ്റ്റഡ് ആയിരുന്നു. എപ്പോൾ മുതൽക്ക് അദ്ദേഹം എപ്പോഴാണോ ബട്ടർഫ്ലൈസിനെ കളക്ട് ചെയ്ത് തുടങ്ങിയത് അപ്പോൾ മുതൽക്കേ അദ്ദേഹം സയൻസിൽ വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിരുന്നു. പക്ഷേ അത്ര തന്നെ അതർ ഇൻട്രസ്റ്റിൽ വേറെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളിലൊന്നും അദ്ദേഹം ഇത്രയും ഡീപ്പായിട്ട് ഇൻട്രസ്റ്റ് കാണിക്കുകയോ അതിനുവേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുകയോ ചെയ്തിരുന്നില്ല. Ebright also became a champion, debater and public speaker and a good canoeist and all-around outdoors person. അപ്പോൾ അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റ് മാത്രമായിരുന്നില്ല, അദ്ദേഹം ഒരു ഡിബേറ്റർ ആയിരുന്നു. ഓക്കെ, ഡിബേറ്ററിലൊക്കെ ചാമ്പ്യൻ ആയിരുന്നു. ഇങ്ങനെ ആർഗ്യുമെൻറ്റ് സെക്ഷൻസിലും അതിലൊക്കെ പോയി നന്നായി സംസാരിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു. പബ്ലിക് സ്പീക്കറായിരുന്നു, പബ്ലിക്കിനെ അഭിമുഖീകരിച്ചുകൊണ്ട് പല കാര്യങ്ങളും സ്പീക്ക് ചെയ്യാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു. ഗുഡ് കനോയിസ്റ്റ് ആയിരുന്നു. കനോയിസ്റ്റ് എന്ന് വെച്ചാൽ ഈ ബോട്ട്സൊക്കെ പെഡൽ ചെയ്യുന്ന, അപ്പോൾ അങ്ങനെയുള്ള ഹോബീസൊക്കെ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം ഒരു ഔട്ട്ഡോർ പേഴ്സൺ ആയിരുന്നു, അല്ലാതെ എപ്പോഴും ഇങ്ങനെ എക്സ്പെരിമെൻറ്റ്സ് ചെയ്തുകൊണ്ട് ഇങ്ങനെ അന്തർമുഖനായിട്ട് ഇരുന്നിരുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. അദ്ദേഹം ഔട്ട്ഡോർ ആക്ടിവിറ്റീസിൽ കൂടെ താല്പര്യം കാണിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. He is also an expert photographer, particularly of nature and scientific exhibits. ഓക്കെ, അപ്പോൾ അദ്ദേഹം നല്ലൊരു ഫോട്ടോഗ്രാഫർ കൂടിയായിരുന്നു. അദ്ദേഹം എന്ത് കൈൻഡ് ഓഫ് ഫോട്ടോസാണ് എടുത്തിരുന്നത്? നേച്ചറിൻ്റെയും സയൻറ്റിഫിക് ആയിട്ടുള്ള എന്തെങ്കിലും എക്സിബിഷൻസ്, സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഫോട്ടോസൊക്കെ എടുക്കാനായിട്ട് അദ്ദേഹം വളരെ എക്സ്പേർട്ടായിട്ടുള്ളൊരു വ്യക്തിയായിരുന്നു. ഇൻ ഹൈസ്കൂൾ റിച്ചാർഡ് ഇ ബ്രൈറ്റ് വാസ് എ സ്ട്രെയിറ്റ് എ സ്റ്റുഡൻറ്റ്. അപ്പോൾ ഹൈസ്കൂൾ പഠനകാലത്ത് റിച്ചാർഡ് ഇ ബ്രൈറ്റ് സ്ട്രെയിറ്റ് എ സ്റ്റുഡൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ക്ലേവർ ആയിട്ടുള്ള ഒരു ഫസ്റ്റ് ക്ലാസ് സ്റ്റുഡൻറ്റ്, ഔട്ട്സ്റ്റാൻഡിങ് സ്റ്റുഡൻ്റ് ആയിരുന്നു. ബിക്കോസ് ലേണിംഗ് വാസ് ഈസി. ഓക്കെ, ലേണിംഗ് ആ സമയത്ത് ഈസി ആയിരുന്നു. ഹി ടേൺഡ് എ ലോട്ട് ഓഫ് ഹിസ് എനർജി ടുവേർഡ്സ് ദ ഡിബേറ്റിംഗ് ആൻഡ് മോഡൽ യുണൈറ്റഡ് നേഷൻ ക്ലബ്സ്. ടേൺഡ് എ ലോട്ട് ഓഫ് ഹിസ് എനർജി എന്ന് വെച്ചാൽ വളരെയധികം ആക്റ്റീവ് ആയിരുന്നു. എന്തിനകത്തൊക്കെ? ഈ ഡിബേറ്റിംഗ് ക്ലബിലും, അദ്ദേഹം ഒരു ഡിബേറ്റർ ആണെന്ന് നമ്മൾ ലാസ്റ്റ് പാരഗ്രാഫിൽ കണ്ടതാണ്. അപ്പോൾ ഡിബേറ്റിംഗ് ക്ലബ്സിലും ഈ മോഡൽ യുണൈറ്റഡ് നേഷൻ ക്ലബ്സിലൊക്കെ അദ്ദേഹം വളരെയധികം ആക്റ്റീവ് ആയിരുന്നു. ഹി ഓൾസോ ഫൗണ്ട് സം വൺ ടു അഡ്മയർ റിച്ചാർഡ് എ വെയറർ, ഹിസ് സോഷ്യൽ സ്റ്റഡീസ് ടീച്ചർ ആൻഡ് അഡ്വൈസർ ടു ബോത്ത് ക്ലബ്സ്. അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹത്തെ അഡ്മയർ ചെയ്യുന്ന ഒരു വ്യക്തിയെ കൂടെ അവിടെ നിന്ന് ലഭിക്കുകയാണ്. അത് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ സ്റ്റഡീസ് ടീച്ചറായിരുന്നു. പേര് റിച്ചാർഡ് എ വെയറർ, ടീച്ചറും ആയിരുന്നു. പിന്നെ ഈ രണ്ട് ക്ലബിൻ്റെയും അഡ്വൈസർ കൂടിയായിരുന്നു റിച്ചാർഡ് എ വെയറർ. മിസ്റ്റർ വെയറർ വാസ് ദ പെർഫെക്റ്റ് പേഴ്സൺ ഫോർ മീ ദെൻ. ഹി ഓപ്പൺ മൈ മൈൻഡ് ടു ന്യൂ ഐഡിയാസ്, ഈ ബ്രൈറ്റ് സെഡ്. അപ്പോൾ ഈ ബ്രൈറ്റ് അദ്ദേഹത്തിൻ്റെ ടീച്ചറെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിനുള്ളൊരു പെർഫെക്റ്റ് പേഴ്സൺ ആയിരുന്നു, അദ്ദേഹത്തിൻ്റെ ലൈഫിലുള്ള ഒരു പെർഫെക്റ്റ് പേഴ്സൺ ആയിരുന്നു മിസ്റ്റർ വെയറർ. അപ്പോൾ ന്യൂ ഐഡിയാസിലോട്ട് അദ്ദേഹത്തിൻ്റെ മൈൻഡിനെ തുറന്നു വിട്ട ഒരു വ്യക്തി കൂടിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഈ സോഷ്യൽ സ്റ്റഡീസ് ടീച്ചർ മിസ്റ്റർ റിച്ചാർഡ് എ വെയറർ. റിച്ചാർഡ് വുഡ് ഓൾവേസ് ഗീവ് ദാറ്റ് എക്സ്ട്രാ എഫേർട്ട്, മിസ്റ്റർ വെയറർ സെഡ്. മിസ്റ്റർ വെയറർ റിച്ചാർഡിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റിച്ചാർഡ് ഒരു എക്സ്ട്രാ എഫേർട്ട് ഇടുന്ന സ്റ്റുഡൻ്റ് ആയിരുന്നു, അതായത് വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. What pleased me was this person who put in 3 or 4 hours at night doing debate research besides doing all his research with butterflies and his other interest. അപ്പോൾ ഈ ടീച്ചറെ ഏറ്റവും അധികം സന്തോഷിപ്പിച്ചിരുന്ന, പ്ലീസ് ചെയ്തിരുന്ന കാര്യം എന്തായിരുന്നു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റിച്ചാർഡ് ഈ ഡിബേറ്റ് റിസർച്ചിന് വേണ്ടിയിട്ട് 3-4 മണിക്കൂറാണ് ത്രൂ ഔട്ട് ദ നൈറ്റ് സ്പെൻഡ് ചെയ്തിരുന്നത്. എന്തിനെല്ലാം പുറമെ ബട്ടർഫ്ലൈസിനെ കുറിച്ചുള്ള റിസർച്ചും അദ്ദേഹത്തിന് ഇൻട്രസ്റ്റ് ഉള്ള മറ്റു പല കാര്യങ്ങളും കഴിഞ്ഞിട്ടും ഈ ഡിബേറ്റ് റിസർച്ചിന് വേണ്ടിയിട്ടും അത്രയും ഡെഡിക്കേഷനോടുകൂടി അദ്ദേഹം സമയം സ്പെൻഡ് ചെയ്തിരുന്ന ആ ഒരു കാര്യം ടീച്ചറെ വളരെയധികം സന്തോഷിപ്പിച്ചിരുന്നു. റിച്ചാർഡ് വാസ് കോമ്പറ്റേറ്റീവ്, മിസ്റ്റർ വെയറർ കണ്ടിന്യൂഡ്. മിസ്റ്റർ വെയറർ പിന്നീടും റിച്ചാർഡിനെ കുറിച്ച് പറയുന്ന കാര്യങ്ങളാണ്. വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിരുന്നു, മത്സര ബുദ്ധിയുള്ള ഒരാളായിരുന്നു. ബട്ട് നോട്ട് ഇൻ എ ബാഡ് സെൻസ്. മത്സര ബുദ്ധി എന്ന് പറയുമ്പോൾ അത് 2 സെൻസിൽ വരാം, പക്ഷെ ഒരു ബാഡ് സെൻസിലുള്ള മത്സര ബുദ്ധി ആയിരുന്നില്ല റിച്ചാർഡിന് ഉണ്ടായിരുന്നത്. ഹി എക്സ്പ്ലെയിൻഡ് റിച്ചാർഡ് വാസ് നോട്ട് ഇൻട്രസ്റ്റഡ് ഇൻ വിന്നിങ് ഫോർ വിന്നിങ് സേക്ക് ഓർ വിന്നിങ് ടു ഗെറ്റ് എ പ്രൈസ്. ഓക്കെ, അപ്പോൾ അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന കോമ്പറ്റീഷൻ സ്പിരിറ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരു പേരിന് വേണ്ടി, വിന്നിങ് സേക്ക്, അതായത് ഒരു ജയിച്ചു എന്നുള്ള ഒരു പേരിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു പ്രൈസ് കിട്ടാനോ ഉള്ള ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നില്ല റിച്ചാർഡിന് ഉണ്ടായിരുന്നത്. റാദർ ഹി വാസ് വിന്നിങ് ബിക്കോസ് ഹി വോണ്ടഡ് ടു ദ ബെസ്റ്റ് ജോബ് ഹി കുഡ്. പകരം അദ്ദേഹം ആഗ്രഹിച്ചിരുന്നത് അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്ന മാക്സിമം കാര്യം, അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്ന ബെസ്റ്റ് ജോബ് പെർഫോം ചെയ്യുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന് ആവശ്യമുണ്ടായിരുന്ന കാര്യം. ഫോർ ദ റൈറ്റ് റീസൺസ് ഹി വാണ്ട്സ് ടു ബി ദ ബെസ്റ്റ്. എപ്പോഴും ജെന്യുവിൻ ആയിട്ടുള്ള ഒരു റീസൺസിന് വേണ്ടിയിട്ടായിരുന്നു അദ്ദേഹത്തിന് ബെസ്റ്റായിട്ട് പെർഫോം ചെയ്യണമെന്നുള്ള ഒരു നിർബന്ധം ഉണ്ടായിരുന്നത്.
ആൻഡ് ദാറ്റ് ഈസ് വൺ ഓഫ് ദി ഇൻഗ്രീഡിയൻസ് ഇൻ ദ മേക്കിംഗ് ഓഫ് എ സയൻറ്റിസ്റ്റ്. അപ്പോൾ ഒരു സയൻറ്റിസ്റ്റായിട്ട് ഇവോൾവ് ചെയ്തു വരാനുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ്, ഒരു ചേരുവ, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മാറ്ററാണ് ഈ ഒരു നല്ല രീതിയിലുള്ള ഒരു കോമ്പറ്റേറ്റീവ് സ്പിരിറ്റ് എന്നാണ് പറയുന്നത്. സ്റ്റാർട്ട് വിത്ത് എ ഫസ്റ്റ് റേറ്റ് മൈൻഡ്, ആഡ് ക്യൂരിയോസിറ്റി ആൻഡ് മിക്സ് ഇൻ ദ വിൽ ടു വിൻ ഫോർ ദ റൈറ്റ് റീസൺസ്. അപ്പോൾ ഒരു സയൻറ്റിസ്റ്റ് ആവാനുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് റേറ്റ് മൈൻഡ് അല്ലേ, എപ്പോഴും നല്ലൊരു അതിനുള്ളൊരു മൈൻഡ്, എപ്പോഴും അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മനസ്സ് വേണം. ആഡ് ക്യൂരിയോസിറ്റി, അതിൻ്റെ കൂടെ എന്ത് വേണം? ക്യൂരിയോസിറ്റി, അറിയാനുള്ളൊരു ആകാംക്ഷ വേണം. ആൻഡ് മിക്സ് ഇൻ ദ വിൽ ടു വിൻ ഫോർ ദ റൈറ്റ് റീസൺസ്, അതിൻ്റെ കൂടെ ഈ ഫസ്റ്റ് റൈറ്റ് മൈൻഡും ക്യൂരിയോസിറ്റിയും കൂടെ എന്തിൻ്റെ കൂടെ മിക്സ് ചെയ്യണം? വിൻ ചെയ്യാനുള്ള ഒരു മനസ്സ് വേണം, വിൽ ടു വിൻ വേണം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്യണം, റൈറ്റ് റീസൺസിന് വേണ്ടിയിട്ടുള്ള ഒരു വിൻ ചെയ്യാനുള്ള ആഗ്രഹമായിരിക്കണം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോഴാണ് ഒരു സയൻറ്റിസ്റ്റ് ഇവോൾവ് ചെയ്ത് വരുന്നതെന്നാണ് ഓത്തർ പറയുന്നത്. ഈബ്രൈറ്റ് ഹാസ് ദീസ് ക്വാളിറ്റീസ്. ഇപ്പോൾ റിച്ചാർഡ് ഈബ്രൈറ്റ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിന് ഈ എല്ലാ ക്വാളിറ്റീസും ഉണ്ടായിരുന്നു. ഫ്രം ദ ടൈം ദ ബുക്ക് ദ ട്രാവൽസ് ഓഫ് മൊണാർക്ക് എക്സ് ഓപ്പൺ ദ വേൾഡ് ഓഫ് സയൻസ് ടു ഹിം, റിച്ചാർഡ് ഈബ്രൈറ്റ് ഹാസ് നെവർ ലോസ്റ്റ് ഹിസ് സയൻറ്റിഫിക് ക്യൂരിയോസിറ്റി. അപ്പോൾ അദ്ദേഹത്തിന് സയൻറ്റിഫിക് വേൾഡിലോട്ടുള്ള ഒരു ഓപ്പണിംഗ് കിട്ടിയത് ട്രാവൽസ് ഓഫ് മൊണാർക്ക് എന്ന് പറയുന്ന ബുക്ക് വായിച്ചതിന് ശേഷമാണ്. അപ്പോൾ മുതൽ അദ്ദേഹത്തിന് സയൻറ്റിഫിക് ക്യൂരിയോസിറ്റി ഒരിക്കലും അദ്ദേഹത്തിന് നഷ്ടമായിട്ടില്ല. അവിടെ നിന്ന് അദ്ദേഹം കൂടുതൽ ഇൻഫോർമേഷൻ കിട്ടാനായി ശ്രമിച്ചുകൊണ്ടിരുന്നു. അത് അദ്ദേഹത്തെ വളരെയധികം വിജയത്തിലേക്ക് എത്തിക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനെയാണ് റിച്ചാർഡ് ഈബ്രൈറ്റ് ഒരു സയൻറ്റിസ്റ്റായിട്ട് ഇവോൾവ് ചെയ്തു വന്നതെന്നാണ് ഓതർ പറയുന്നത്. നമ്മുടെ മേക്കിംഗ് ഓഫ് സയൻറ്റിസ്റ്റ് എന്ന് പറയുന്ന ലെസൺ ഇവിടെ എൻഡ് ആവുകയാണ്. എന്തെങ്കിലും ഡൗട്ട് ഏതെങ്കിലും ലൈനിലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാവുന്നതാണ്. Thank you for watching the video. Please like and share and don't forget to subscribe the channel to get notification for new videos.